അപ്പോൾ സെമി കണ്ടക്ടേഴ്സിലെ PYQs ആണെന്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെമി കണ്ടക്ടേഴ്സിന്റെ ബേസിക് ആയ കാര്യങ്ങൾ, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അതുപോലെ എക്സ്ട്രിൻസിക്, അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ PN ജംഗ്ഷൻ, അതുപോലെ ട്രാൻസിസ്റ്റർ, ഡയോഡ്, ആംപ്ലിഫയർ, ഓസിലേറ്റർ, ഇതിന്റെയൊക്കെ ബേസിക് ആയ കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അത് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഈ PYQs വളരെ സിമ്പിൾ ആയിട്ട് ചെയ്ത് നോക്കാം. എന്തായാലും നിങ്ങൾ എന്ത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ആൻസേഴ്സ് ഒക്കെ മാക്സിമം കമന്റ് ചെയ്യുക. നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞ HSAക്ക് ചോദിച്ചതാണ്. ഓക്കെ, ഈ അടുത്ത് നടന്ന HSA ഫിസിക്കൽ സയൻസിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഈ രണ്ടെണ്ണം കൊടുത്തിട്ടുള്ളത്. അപ്പൊ നോക്കാം, ഇതിന്റെ ആൻസർ നോക്കൂ. 31ാമത്തെ ചോദ്യം, ഒരു റിവേഴ്സ് ബയാസ് സെനർ ഡയോഡിന്റെ ആന്തരിക ഫീൽഡ് എമിഷന് ആവശ്യമായ വൈദ്യുത മണ്ഡലം ഏകദേശം ഡാഷ് വോൾട്ട് പെർ മീറ്റർ ആണ്. അത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഒരു സെനർ ഡയോഡിന്റെ ഇന്റേണൽ ഫീൽഡ് എമിഷന്റെ ആ വാല്യൂ, അല്ലെങ്കിൽ എന്ത് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോ നമുക്ക് സിലബസിൽ ആദ്യം നോക്കേണ്ടത് സെനർ ഡയോഡിനെ കുറിച്ച് എന്ത് സിലബസിൽ അങ്ങനെ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. സെനർ ഡയോഡ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്. സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് എന്ത് അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യുക. സെനർ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ അത് നോർമലി നമ്മൾ അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്നുള്ളത് വോൾട്ടേജ് റെഗുലേഷൻ ആണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിംഗ് ആണ്. ഓക്കെ, അതേപോലെ നമുക്കറിയാം ഒരു സെനർ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ ഡയോഡ് പോലെ തന്നെയാണ്, PN ജംഗ്ഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഈ P ടൈപ്പും N ടൈപ്പും എങ്ങനെ ആയിരിക്കും? ഹൈലി ഡോപ്ഡ് ആയിരിക്കും. ഓക്കെ, ഹൈലി ഡോപ്ഡ് PN ജംഗ്ഷൻ ആണ് എന്ത് സെനർ ഡയോഡിൽ വരുന്നത്. അതേപോലെ തന്നെ ഇത് ഹൈലി ഡോപ്ഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ നമുക്കറിയാം ഒരു PN ജംഗ്ഷൻ ആകുമ്പോൾ ഇതിന്റെ നടുക്ക് എന്തുണ്ടാവും? ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ ഈ കേസിൽ ഒരു സെനർ ഡയോഡ് ആണ് എങ്കിൽ അതിന്റെ ഡിപ്ലീഷൻ റീജിയൻ പ്രത്യേകം നോട്ട് ചെയ്യുക. അതിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് എന്നുള്ളത് എന്താണ്? വളരെ നാരോ വിഡ്ത്ത് ആയിരിക്കും. ഓക്കെ, നാരോ വിഡ്ത്ത് ആണ് എന്ത് ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് ഡയോഡിന്റെ കാര്യത്തിൽ വരുന്നത്. ഓക്കെ, അങ്ങനെ 5 വോൾട്ട് ആണ് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ എക്സ്റ്റേണലി കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ബയാസിങ്ങിന് വേണ്ടി ഞാനൊരു 5 വോൾട്ട് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഇതിന്റെ ഡിപ്ലീഷൻ ആ റീജിയന്റെ അല്ലെങ്കിൽ അതിന്റെ ലെങ്ത് അല്ലെങ്കിൽ എന്ത് അതിന്റെ വിഡ്ത്ത് വരുന്നത് ഏകദേശം, അല്ലെങ്കിൽ ഡിയുടെ വാല്യൂ വരുന്നത് ഏകദേശം 10⁻⁻6 മീറ്റർ ആണ്. ഓക്കെ, വളരെ നെഗ്ലിജിബിൾ ആയിട്ടില്ല, അല്ലെങ്കിൽ എന്താ അത്രയും വളരെ മൈന്യൂട്ട് തിക്നെസ് വരുന്നുള്ളൂ ഏതില് സെനർ ഡയോഡിന്റെ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്ത്? വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കിട്ടില്ലേ? കിട്ടും. അപ്പൊ ഈ കേസിൽ എന്ത് വരും? നിങ്ങളിപ്പോ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 5 ഡിവൈഡ് ബൈ 10⁻⁻6, ഈ -6 മുകളിലേക്ക് വരുമ്പോൾ എന്ത് വരും? ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു 5 × 10⁻6 വോൾട്ട് പെർ മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ റേഞ്ച് ഏകദേശം എത്ര വരുന്നത്. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ 5 വോൾട്ട് എന്ന് എടുത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഈ ഇതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ റേഞ്ച് ഏകദേശം നോക്കാം. ഏകദേശം 10⁻6 പവറിലാണ് എന്ത് ഒരു സെനർ ഡയോഡിന്റെ ഇന്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വരുന്നത് 10⁻6 വോൾട്ട് പെർ മീറ്റർ ആണ്. ഓക്കെ അല്ലേ? സി ആണ് വരുന്നത്. ചോദ്യമാണ്. അത് നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 10⁻6 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമുക്ക് എന്താ ബാക്കി ഇതുപോലെ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ അതിന്റെ ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പോവാം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ വരിക? ഒരു ട്രാൻസിസ്റ്റർ അതിന്റെ ഡാഷ് ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ആംപ്ലിഫയർ ആയി ഉപയോഗിക്കാം. അതായത് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ട്രാൻസിസ്റ്ററിന്റെ ഏത് റീജിയൻ ആണെന്ത് നമ്മൾ ഇവിടെ ഒരു ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം ഒരു ട്രാൻസിസ്റ്ററിന്റെ 3 റീജിയൻസ് ഏതൊക്കെയാണ്? യെസ്, ജസ്റ്റ് ഇന്നലെ പങ്കെടുക്കാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ആ ഒരു കാര്യം ഒന്ന് പറയുകയാണ്. ഏതൊക്കെയാണ്? നമുക്കറിയാം, ഒന്ന് കട്ട് ഓഫ് റീജിയൻ ഉണ്ട്, കട്ട് ഓഫ് ഉണ്ട്, പിന്നുള്ളതാണ് എന്ത് ആക്റ്റീവ് റീജിയൻ. ഓക്കെ അല്ലെ? മൂന്നാമത്തത് സാച്ചുറേഷൻ. ഇതില്
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ആക്റ്റീവ് റീജിയൻ ആണെന്ത് ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു റീജിയൻ. ഓക്കെ അല്ലേ? അപ്പോ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? യെസ്, നേരത്തെ കമന്റ് ചെയ്ത പോലെ തന്നെ ആക്റ്റീവ് റീജിയൻ ആണെന്ത് നമ്മളെ ഇതിന്റെ ആൻസർ വരുന്നത്. പിന്നെ സ്വിച്ചിങ്ങിന്റെ കേസിൽ പറയുമ്പോഴാണ് നമ്മളെന്ത് കട്ട് ഓഫോ അല്ലെങ്കിൽ സാച്ചുറേഷന്റെ കേസൊക്കെ വരുന്നത്. നമുക്ക് ഇവിടെ ആംപ്ലിഫയർ ആണ് ചോദിച്ചത്, അതുകൊണ്ട് എന്ത് അവിടെ വരുന്നത് ട്രാൻസിസ്റ്ററിന്റെ ആക്റ്റീവ് റീജിയൻ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കൂ, 33-ാമത്തത്. ഇതും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത് തന്നെയാണ്. പറയൂ, സാർവത്രിക ഗേറ്റുകളായി കരുതുന്ന ഗേറ്റുകൾ ഏതൊക്കെ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റ്? കമന്റ് ചെയ്യൂ. നോർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്, ഓർ നോട്ട്, ഏതാണ് വരിക? യൂണിവേഴ്സൽ ഗേറ്റ്. യെസ്, ശരിയാണ്. എന്താണ്? നോർ ഗേറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് ഏതൊക്കെ ഉണ്ട്? നോർ ഗേറ്റും അതുപോലെ നാൻ ഗേറ്റും എന്താണ്? യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയാൻ കാരണം? നമുക്കറിയാം നോർ ഗേറ്റ് കൊണ്ടും അതുപോലെ നാൻ ഗേറ്റ് കൊണ്ടും നമുക്ക് ഏതൊക്കെ ഗേറ്റുകൾ ഉണ്ടാക്കാം? അത് നമ്മുടെ ആൻഡ് ഗേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ നോട്ട് ഗേറ്റ് ഫോം ചെയ്യാൻ പറ്റും, അതുപോലെ ഓർ ഗേറ്റ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. അതായത് ഏത് ലോജിക് സർക്യൂട്ട് നമുക്ക് എന്ത് ഈ ബേസിക് ആയിട്ടുള്ള നോർ ഗേറ്റ് കൊണ്ടും നാൻ ഗേറ്റ് കൊണ്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഗേറ്റിനെ കുറിച്ച് എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ജസ്റ്റ് അതിന്റെ ആ ഒരു ബേസിക് കാര്യങ്ങളൊന്നും എന്ത് വേഗം ഒന്ന് റിവൈസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഇതിന്റെ ആൻസർ നോർ ഗേറ്റ് ആണ്. അത് നമുക്ക് അതിന്റെ ഓരോന്നിന്റെയും ട്രൂത്ത് ടേബിളും ഓരോ കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് എന്താ പറയാ, ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നടക്കുന്ന എന്താണ്? ലോജിക്കൽ അഡീഷൻ ആണ് അല്ലേ? അത് നോക്കുക. ലോജിക്കൽ ഗേറ്റിന്റെ അതായത് നമ്മുടെ ഓർ ഗേറ്റിന്റെ സിമ്പൽ എന്താണ് വരുന്നത്? സിമ്പിൾ ജസ്റ്റ് നോട്ട് ചെയ്യുക, ബേസിക് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ട് ടെർമിനൽ എയും ബിയും ഉണ്ട്, അതുപോലെ അതിന്റെ ഔട്ട്പുട്ട് വൈ ആണെങ്കിൽ നോക്കാം. നമ്മൾ ഇൻപുട്ട് രണ്ടും 0 കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ലോ ഇൻപുട്ട് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 0+0 അല്ലെങ്കിൽ ജസ്റ്റ് ആഡ് ചെയ്യുക, അതായത് എന്താ 0 ആണ് വരുന്നത് അല്ലേ? ഇനി അതായത് ഒരു ഇൻപുട്ട് ഫസ്റ്റ് ഇൻപുട്ട് 0യും രണ്ടാമത്തെ ഇൻപുട്ട് എന്ത് ഞാൻ ഹൈയും കൊടുക്കുകയാണ്. ഓക്കെ, 1 കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും? 1 ആണ് വരിക. അതായത് ഈ രണ്ട് ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഹൈ ആണ് വരുന്നത്. ഈ ഹൈ ലോ എന്നൊക്കെ പറയുന്നത് എന്ത് ജസ്റ്റ് എന്താ വെച്ചാൽ നമ്മളിവിടെ ഡിജിറ്റൽ സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ എന്ത് ജസ്റ്റ് ബൈനറി ഡിജിറ്റ് ആണ് ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സീറോസും വൺസും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മളിപ്പോ അനലോഗ് സിഗ്നൽ ഒക്കെ ആണെങ്കിൽ അനലോഗ് എന്താ വരുന്നത്? അനലോഗ് കണ്ടിന്യൂസ് അല്ലേ? അല്ലേ? നമ്മൾ ഡിജിറ്റലിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന എന്താണ്? പൾസ്ഡ് ആണ് അല്ലേ? പൾസ്ഡ് ആയിട്ടുള്ളതാണെന്ത്, അല്ലെങ്കിൽ ഒരു ഹൈ അല്ലെങ്കിൽ ലോ ഹൈ ലോ, ഇങ്ങനെ എന്ത് പൾസ്ഡ് റീജിയൻ ആണെന്ത് നമ്മൾ ഇവിടെ ഡിജിറ്റലിന്റെ കേസിൽ കൺസിഡർ ചെയ്യുന്നത്. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതല്ല, ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് വരുന്നത്. എന്തായാലും പോട്ടെ, നമുക്ക് എന്ത് ഓർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ അടുത്തത് എന്താ? നമ്മുടെ രണ്ട് ഇൻപുട്ടും രണ്ടും ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ രണ്ടും 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് 1 വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർ ഗേറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത് എന്താണ്? ഏത് സമയത്താണ് 1 വരുന്നത്? അതായത് നമ്മുടെ ഇൻപുട്ടുകൾ എയോ ബിയോ എന്താവുക, അല്ലെങ്കിൽ അവ രണ്ടും ഹൈ ആയാൽ അല്ലെങ്കിൽ 1 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതന്നെയല്ലേ ഇവിടെ വരുന്നത്. അതായത് ഈ കേസിലാണെങ്കിൽ എന്ത് ഇവിടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയി വന്നു, അതുപോലെ ഈ കേസിലാണെങ്കിൽ ഇവിടെ എ 1 ആയി വന്നു. ഇനി മൂന്നാമത്തെ കേസിലാണെങ്കിൽ എന്താ എയും ബിയും 1 വന്നു. അപ്പം നമുക്ക് മനസ്സിലായ എന്താ, ഒരു ഓർ ഗേറ്റിനെ സംബന്ധിച്ച് അതിന്റെ ഇൻപുട്ടിൽ ഏതെങ്കിലും ഒരു ടെർമിനൽ 1 ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ജസ്റ്റ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. എ ഇൻറ്റു ബി ആണ് നമ്മൾ എന്ത് ആൻഡ് ഗേറ്റിന്റെ പ്രോസസ് വരുന്നത്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ നോക്കാം, രണ്ട് ഇൻപുട്ട് 0 ആണെങ്കിൽ ജസ്റ്റ് എന്താ 0 തന്നെയാണ്. ഓക്കെ, ഇനി ഒരു ഇൻപുട്ട് 1ഉം രണ്ടാമത്തത് 0യും ആണ്. അങ്ങനെയെങ്കിൽ 1 × 0 എന്ന് പറഞ്ഞാൽ അവിടെ 0 ആണ് വരിക. അത് നമുക്ക് ഇവിടെ ഏത് സമയത്താണ് 1 വരുന്നത്? അതായത് നമ്മുടെ ഇൻപുട്ട് രണ്ടും എന്താവുക? 1 ആയി കഴിഞ്ഞാലാണ് ഔട്ട്പുട്ട് 1 വരുന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഇത് 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണെങ്കിലും ഇതിപ്പം 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് ഏത് സമയത്താണ് 1 വരിക? അതായത് ഇതിന്റെ ഓരോ ടെർമിനലും എന്തായിരിക്കണം? 1 ആയിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് കിട്ടുന്നുള്ളൂ? ഔട്ട്പുട്ട് 1 കിട്ടുള്ളൂ. അല്ലാത്ത സമയത്ത്
ഏതെങ്കിലും ഒരു ടെർമിനൽ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഔട്ട്പുട്ട് എന്താണ് 0 ആണ് വരിക. ഓക്കെ അല്ല, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ ഔട്ട്പുട്ട് y വിൽ ബി 1 when both input a and b are 1. അതർവൈസ് y വിൽ ബി 0. അതായത് ആ രണ്ട് ഇൻപുട്ടും ഒന്നാണെങ്കിലാണ് നമുക്ക് എന്ത് ഔട്ട്പുട്ട് 1 കിട്ടുക. ഇനി അല്ല, അതിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ദെൻ നോട്ട് ഗേറ്റ് നോക്കൂ. നോട്ട് ഗേറ്റ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ജസ്റ്റ് എന്താ, ഇൻപുട്ട് എന്താണോ കൊടുത്തത് അതിന്റെ ഇൻവേർട്ട് ആയിരിക്കും ഇവിടെ വരിക, ഔട്ട്പുട്ടിൽ വരിക. അതായത് ഞാൻ ഇൻപുട്ട് 0 കൊടുത്തെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്ത് വരും? 1 വരും. ഇനി അല്ല, ഞാൻ 1 ആണ് കൊടുത്തതെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് 0 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പൊ ജസ്റ്റ് ഇതിന് സിമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് എന്ത് നോട്ട് ഗേറ്റിന്റെ. കാരണം നമ്മൾ ഇതില് കുറച്ച് പ്രോബ്ലംസ്, അതായത് PSCക്ക് ചോദിച്ചതും അതുപോലെ നീറ്റിനൊക്കെ ചോദിച്ച കുറച്ച് POQs ഉണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ കൂടുതൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത് ബേസിക് ഒന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ട് എന്താണെങ്കിലും അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ വരുന്നത്? ഔട്ട്പുട്ടിൽ വരുന്നത്. ഇനി അടുത്താണെന്ത്, നമ്മൾ പറഞ്ഞ യൂണിവേഴ്സൽ ആയിട്ടുള്ള രണ്ട് ഗേറ്റുകൾ. ഏതൊക്കെയാണ്? നോർ ഗേറ്റും അതുപോലെ നാൻ ഗേറ്റും. നോർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ വാക്കിൽ തന്നെ ഉണ്ട് നോട്ടും അതുപോലെ ഓറും ചെയ്യുക. ഇതാണെന്ത് നമ്മുടെ നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക് സിമ്പിൾ ഇതാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, നമ്മുടെ ഓർ ഗേറ്റ് തന്നെ അതിന്റെ അറ്റത്ത് ഒരു ചെറിയൊരു 0 കൊടുത്താൽ എന്തായി? നമുക്ക് നോറിന്റെ സിമ്പിളായി. ഇനി ജസ്റ്റ് ഈ ഡയഗ്രാം എന്ത് അതൊന്ന് സെപ്പറേറ്റ് കൊടുത്തുന്നുള്ളൂ. അതായത് ഒരു ഓർ ഗേറ്റ്, അത് ഫോളോഡ് ബൈ എ നോട്ട് ഗേറ്റ്. അതാണ് നമ്മുടെ നോർ ഗേറ്റ്. ഇനി ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരും? നമ്മൾ ഓർ ഗേറ്റിന് എന്താണോ പഠിച്ചത് അതിന്റെ നേരെ റിവേഴ്സ്. ഓക്കെ, അപ്പൊ നോക്കാം. അതായത് ഈ കേസിൽ രണ്ട് ഇൻപുട്ടും 0 കൊടുക്കുന്ന സമയത്ത് എനിക്ക് എന്ത് കിട്ടും? നമ്മൾ ഓറിന്റെ കേസിലാണെങ്കിൽ 0യും 0യും വന്നാൽ ഔട്ട്പുട്ട് 0 ആണ് വരിക അല്ലേ? ഇവിടെ വന്നപ്പോ എന്താ വന്നത്? ഇവിടെ 0ക്ക് പകരം അവിടെ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? നോർ ആയതുകൊണ്ട് ഔട്ട്പുട്ട് 1 വരും. ഓക്കെ, ഇനി അതേ സമയം നോക്കാം. അതായത് ഇൻപുട്ട് എന്ത് രണ്ടും 1 ആണെങ്കിൽ ഓറിന്റെ സമയത്ത് എനിക്ക് എന്തായിരുന്നു കിട്ടിയിരുന്നത്? 1 ആയിരുന്നു കിട്ടിയിരുന്നത്. അതേസമയം നോറിന്റെ കേസിലാവുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ്, അതായത് 0 വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ഇതിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. അപ്പൊ ജസ്റ്റ് ഈ ഒരു പോയിന്റ് മാത്രം ഇവിടെ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് എക്സാമിൽ എന്ത് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ട് ചോദിച്ചാൽ ഈ ഒരു പോയിന്റ് ഓർത്ത് വെക്കാം. ദ നോർ ഔട്ട്പുട്ട് ഈസ് ആൻ ഇൻവേഴ്സ് ഓഫ് ഓർ ഔട്ട്പുട്ട്. അതായത് ഓറിന്റെ ഇൻവേഴ്സ് ആണ് നോർ വരുന്നത്. അതുപോലെ ഏത് സമയത്താണ് നമുക്ക് ഇവിടെ ഹൈ വാല്യൂ വരുന്നത് അല്ലെങ്കിൽ 1 വരുന്നത്? രണ്ട് ഇൻപുട്ടും ലോ ആകുന്ന സമയത്താണ് ഔട്ട്പുട്ട് 1 വരുന്നത്. അതേസമയം നോറിന്റെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് വരും? നമുക്ക് 0 ആയിട്ട് വരും. ഓക്കെ അല്ലേ? പിന്നെ നമുക്ക് അറിയാം. ഇനിയിപ്പോ എന്ത്, സപ്പോസ് ഇതിന് ഞാൻ പറയുകയാണെന്ത്, നമ്മൾ പറഞ്ഞു നേരത്തെ നോർ ഗേറ്റിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആൻ ഗേറ്റ് ഉണ്ടാക്കാം, അതുപോലെ ഒരു നോട്ട് ഗേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോ ഈ നോർ ഗേറ്റിനെ ജസ്റ്റ് എന്ത് ഒരു നോട്ട് ഗേറ്റ് ആക്കി മാറ്റുകയാണ്. ഇത് എന്ത് ചെയ്താൽ മതി? നോറിനെ എനിക്കൊരു നോട്ടാക്കി മാറ്റണം. എന്ത് ചെയ്യണം പറയൂ? അതായത് നമ്മുടെ ഈ നോർ ഗേറ്റിനെ എന്താക്കി മാറ്റുക? ഇതിനെ സിംഗിൾ ഇൻപുട്ട് ആക്കിയാൽ മതി. ഓക്കെ, സിംഗിൾ ഇൻപുട്ട് ആക്കിയാൽ മതി. അതായത് എന്ത് ഈ രണ്ട് ടെർമിനലും ഞാൻ എന്ത് ഒരുമിച്ചു. അപ്പൊ സോ എനിക്ക് എന്ത് ഇവിടെ 1 ആണ് കിട്ടുന്നതെങ്കിൽ എനിക്ക് ഇവിടെ ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. ഇനി ഇവിടെ 0 ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് 1 വരും. അതായത് ഒരു സിംഗിൾ ഇൻപുട്ട് നോർ ഗേറ്റ് അല്ലെങ്കിൽ ഇനി അടുത്ത പറയുന്ന സിംഗിൾ ഇൻപുട്ട് നാൻ ഗേറ്റ് കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു നോട്ട് ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. നാൻ ഗേറ്റ്. നാൻ ഗേറ്റ് എന്താ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ എന്താ, ആൻ ഗേറ്റിന്റെ ഇൻവേർട്ട് ആണ് എവിടെ വരുന്നത്? നാൻ ഗേറ്റിൽ വരുന്നത്. സിമ്പിൾ എഴുതാനും ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് എന്താണ് ഇതാണ് നമ്മുടെ ആൻ ഗേറ്റിന്റെ സിമ്പിള്. അതിന്റെ അറ്റത്ത് എന്ത് ചെയ്യുക? ചെറിയൊരു ബബിൾ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നാൻ ഗേറ്റ് കിട്ടും. ഓക്കെ, പിന്നെ ഇതിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ y ഈക്വൽ ടു എന്ത് വരും? ആൻ ഗേറ്റ് എന്ന് പറഞ്ഞാല് A.B ആണ്. അതിന്റെ ഇൻവേർട്ട് പറയുമ്പോൾ എന്ത് ചെയ്യും? ഒരു ജസ്റ്റ് ബാർ കൊടുക്കുക. ഓക്കെ, ഇതാണ് എന്ത് നാൻ ഗേറ്റിന്റെ ഇക്വേഷൻ അല്ലെങ്കിൽ സിമ്പിൾ. ഇക്വേഷൻ വരുന്നത് y ഈക്വൽ ടു A.B ഓൾ ബാർ ആണ്. ഇനി ഇതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് ഇൻപുട്ടും 0 ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്. അതുപോലെ ഒരു ഇൻപുട്ട് എന്ത് 0യും രണ്ടാമത്തെ 1 ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് എന്ത് വരുന്നു? 1 വരുന്നു. അതുപോലെ ലാസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് 0 വരും അല്ലേ? കാരണം എന്താ, നമുക്കറിയാം ഒരു ആൻഡ് ആണെങ്കിൽ 1 × 1 പറഞ്ഞാൽ 1 തന്നെയാണ് വരുന്നത്. അതിന്റെ ഇൻവേർട്ട് ആണ്, അതുകൊണ്ടാണ് 0 വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാവണം. എന്താ,
ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നത് പറയൂ. അതായത് ഇതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത്? ഇതിന്റെ ഔട്ട്പുട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്ന കാര്യം എന്താ? നമ്മുടെ ഇൻപുട്ട് രണ്ടും 1 ആണെങ്കിൽ, ഒരു നാൻഡിനെ സംബന്ധിച്ച് നമ്മുടെ ഇൻപുട്ട് രണ്ടും ഹൈ ആണെങ്കിൽ അല്ലെങ്കിൽ 1 ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ അല്ലേ? അത് മാറിപ്പോരുത്. ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞത് നോറിനെ സംബന്ധിച്ചാണെങ്കിൽ നമ്മുടെ ഇൻപുട്ട് രണ്ടും 0 ആണ സമയത്തായിരുന്നു എന്ത് നമുക്ക് നോറിനെ സംബന്ധിച്ച് എന്ത് കിട്ടിയത്? 1 കിട്ടിയത്. ഈ കേസിലാണെങ്കിൽ നാൻഡിലാണെങ്കിൽ എന്ത് നമ്മുടെ ഇൻപുട്ട് രണ്ടും 1 ആണെങ്കിലാണ് ഔട്ട്പുട്ട് 0 വരുന്നത്. അല്ലാത്ത കേസിലൊക്കെ 1 ആണ് വരുന്നത്. ഈ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മതി. പിന്നെ ഇതെന്താണ്? യൂണിവേഴ്സൽ ഗേറ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ജസ്റ്റ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ളത്. ഇനി നമുക്ക് വേറെ 2 ഗേറ്റുകൾ കൂടെ ഉണ്ട്. അതായത് എക്സോർ ഗേറ്റ് അതങ്ങനെ ചോദിച്ചിട്ടില്ല, റയർ ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. എക്സോർ ഗേറ്റും ഉണ്ട്, അതുപോലെ ഇതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻവേർട്ട് ആയിട്ടുള്ള എക്സ്നോർ ഗേറ്റും ഉണ്ട്. ഓക്കെ, എക്സോർ ഉണ്ട്, എക്സ്നോർ ഗേറ്റ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് അത് പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ചോദ്യം വരുന്നുണ്ട്. അപ്പൊ എന്താ ആ സമയത്ത് ഞാൻ അതിന്റെ ട്രൂത്ത് ടേബിളിന്റെ കാര്യം അല്ലെങ്കിൽ അതിന്റെ ബേസിക് കാര്യങ്ങൾ ആ സമയത്ത് പറയാം. നമുക്കപ്പോ എന്ത് നമ്മുടെ നേരത്തെ ആ ചോദ്യത്തിലേക്ക് വരാം. അപ്പൊ ഇതിന്റെ 33ന്റെ ആൻസർ നമുക്ക് കിട്ടിയതാണ്. സാർവത്രിക ഗേറ്റുകളായിട്ട് കരുതുന്ന ഗേറ്റുകൾ ഏതാണ്? നോർ ഗേറ്റ്. ഇതിന്റെ കൂടെ തന്നെ പഠിക്കുക നാൻഡും കൂടെ എന്താണ്? യൂണിവേഴ്സൽ ആണ്. ഇനി അടുത്തതിന്റെ ആൻസർ പറയും 34ാമത്തത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ലഭിക്കാൻ ഉപയോഗിക്കുന്ന അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഏതാണ്? കമന്റ് ചെയ്യൂ. എൻ ടൈപ്പ് കിട്ടാൻ വേണ്ടി ബിസ്മത്ത് ആണോ, അലുമിനിയം ആണോ, ഇന്ത്യ ആണോ, അതോ ആന്റിമണി ആണോ? പറയൂ. ഡി ആണോ വരുന്നത്? മിത പറഞ്ഞത് ഓക്കെ. ആ ശരിയാണോ? സംഗതി ശരിയാണ്. അത് മാത്രമേ ഉള്ളൂ. ഇത് തന്ന ഓപ്ഷനിൽ അത് മാത്രമേ ഉള്ളൂ. ഒന്നുകൂടെ നോക്കൂ. അതായത് ഇവിടെ തന്നത് എന്താണ്? എൻ ടൈപ്പ് അല്ലേ? എൻ ടൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എൻ ടൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് ഡോപ്പ് ചെയ്യുക? പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ആണ് അല്ലേ? പെന്റാവാലന്റ് ഇംപ്യൂരിറ്റീസ് ആണെന്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആണ് ഇവിടെ ഡോപ്പ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഏതൊക്കെയാണ് ഗ്രൂപ്പ് 15ൽ വരുന്നത്? പറയൂ. കാരണം ഈ ഓരോന്നും നിങ്ങൾ പഠിച്ചു വെക്കട്ടോ. കാരണം എക്സാമിന് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചോദ്യം എങ്ങനെയും ചോദിക്കാറുണ്ട്. ഏതെങ്കിലും ഓപ്ഷൻ. ഫോസ്ഫറസ്, പിന്നെ ആഴ്സനിക്, ആന്റിമണി എന്ത് നമ്മൾ നോർമലി എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്ന ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ 34ാമത്തെ ചോദ്യത്തില് നമുക്ക് എന്ത് ബിസ്മത്തും ഇതിൽ തന്നിട്ടുണ്ട്, അതുപോലെ SB അല്ലെങ്കിൽ എന്ത് നമ്മുടെ ആന്റിമണി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്ത് ഇത് PSC ഫൈനൽ കീയിൽ എന്ത് ഇത് ഡിലീറ്റ് ചെയ്ത്. കാരണം 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഡിലീറ്റ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, നമുക്ക് എന്ത് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതിന്റെ ആൻസർ ഇനി നമുക്ക് ചെയ്യാൻ കഴിയണം. അപ്പം ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എയും ഇവിടെ ശരിയാണ്, അതുപോലെ ഡിയും ശരിയാണ്. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ അലുമിനിയം ഇന്ത്യയും അപ്പൊ എന്തായിരിക്കും? അത് P ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ഓക്കെ അല്ലേ? അപ്പോ P ടൈപ്പിന് എക്സാമ്പിൾ ആണ് ബോറോണ്, അലുമിനിയം, ഗാലിയം, ഇൻഡിയം. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും കഴിഞ്ഞ 2018 HSAക്ക് ചോദിച്ചതാണ്. HSA ഫിസിക്കൽ സയൻസിന്റെ ചോദ്യം. 36ാമത്തതിന്റെ ആൻസർ എന്ത് വരും? ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ എത്രയാണ്? ഓപ്ഷൻ എ 1.2, ഓപ്ഷൻ ബി 0.83, ഓപ്ഷൻ സി 2.08, ഓപ്ഷൻ ഡി 0.48. അല്ലെങ്കിൽ 48% ആണോ, അതോ 120% ആണോ, 83% ആണോ? പറയൂ. ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ റിപ്പിൾ ഫാക്ടർ ഏത് വരും?
അതായത് റിപ്പിൾ ഫാക്ടർ എന്ന് പറഞ്ഞാല് ജസ്റ്റ് അതായത് അതായത് എന്താ പറയാ ഡിനോട്ട് ചെയ്യുന്ന ഗാമ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് അതായത് റെക്ടിഫയറിൽ കൊടുക്കുന്നത് എന്താണ് എ സി അല്ല. അതായത് എ സിനെ ഡി സി ആക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റെക്ടിഫയർ യൂസ് ചെയ്യുന്നത്. ഫുൾ വേവ് ഉണ്ട്, ഹാഫ് വേവ് ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ ഇവിടെ എ സിയുടെ വി ആർ എം എസ്, ഓക്കെ, അതായത് എ സി ഇൻപുട്ടിന്റെ വി ആർ എം എസ് ഡിവൈഡഡ് ബൈ, നമ്മൾ ഇതിനെ എന്താക്കി മാറ്റാണ്, ഇൻപുട്ടിനെ എ സിനെ ഡി സി ആക്കി മാറ്റാണ്, ഡിവൈഡഡ് ബൈ ആവറേജ് വോൾട്ടേജ് ഓഫ് ഡി സി. ഓക്കെ, അതായത് വി ആർ എം എസ് ഡിവൈഡഡ് ബൈ വി ഡി സി ആണെന്ത് നമ്മുടെ റിപ്പിൾ ഫാക്ടർ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഒരു ഫുൾ വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് അതിന്റെ വാല്യൂ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ അതിന്റെ ഗാമന്റെ വാല്യൂ വരുന്നത് എത്രയാണ്, 0.48 ആണ്. ഓക്കെ, ഒരു ഫുൾ വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് അതിന്റെ വാല്യൂ വരുന്നത് 0.48 ആണ്. അതേപോലെ ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, അതിന്റെ വാല്യൂ വരുന്നത്, റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂ വരുന്നത് 1.21 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ഫുൾ വേവത്തിന്റെ രണ്ട് ടൈപ്പ് പഠിച്ചിരുന്നു. ഒന്ന് സെന്റർ ടാപ്ഡും രണ്ട് ബ്രിഡ്ജ് റെക്ടിഫയറും പഠിച്ചിരുന്നു അല്ലേ. ഇവിടെ രണ്ട് കേസ് ആണെങ്കിലും നമുക്ക് എന്ത് റിപ്പിൾ ഫാക്ടർ ഫുൾ വേവ് ആണെങ്കിൽ നമുക്ക് എന്തിനാ കിട്ടുന്നുണ്ട്, 48% അല്ലെങ്കിൽ എന്ത് 0.48 കിട്ടുന്നുണ്ട്. അതേസമയം ഹാഫ് വേവ് ആണെങ്കിൽ 1.21 ആണ്. ഇനി നിങ്ങളുടെ കാര്യം മനസ്സിലാക്കുക, ഇവിടെ റിപ്പിൾ ഫാക്ടർ കൂടിയ അല്ലെങ്കിൽ എന്ത് കുറഞ്ഞു മീൻസ് അതിനർത്ഥം എന്താ, ഇവിടെ ഏറ്റവും എഫിഷ്യന്റ് ഏതാണ് വരുന്നത്, അതായത് നമ്മുടെ എ സിനെ മാക്സിമം നല്ല രീതിയിൽ എന്ത് ഡി സി ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോസസ് ആണല്ലോ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ റിപ്പിൾ ഫാക്ടർ കുറഞ്ഞു മീൻസ് നമുക്ക് എന്ത് നല്ലൊരു ഒരു മാക്സിമം നല്ല എന്താ പറയാ ഡി സി ഔട്ട്പുട്ട് ആണ് കിട്ടുന്നത്. അതേസമയം എന്ത് ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ നമുക്ക് എന്ത് ഏകദേശം അത്ര നല്ലൊരു എന്ത് ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന്റെ റിപ്പിൾ ഫാക്ടറിന്റെ വാല്യൂ വളരെ വലിയ വാല്യൂ വന്നത്, ഏകദേശം എന്ത് 1.21 വന്നത്. ഓക്കെ അല്ലേ. അപ്പൊ ജസ്റ്റ് ആ ഒരു കാര്യം അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾക്ക് ഇതിന്റെ ഇക്വേഷൻ ഒന്നും എന്ത് അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കണം എന്നില്ല, ജസ്റ്റ് ഈ ഒരു ഐഡിയ, ഈ വാല്യൂസ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹാഫ് വേവിന്റെ വാല്യൂ വരുന്നത് 1.21 ഫുൾ വേവിൻ്റെത് 0.48. എന്നാൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 37ാമത്തെ ചോദ്യം പറയൂ. കോമൺ ബേസ് കോൺഫിഗറേഷനിൽ, അതായത് നമ്മൾ പല ടൈപ്പ് കോൺഫിഗറേഷൻ പറഞ്ഞിരുന്നു. കോമൺ ബേസ് കോൺഫിഗറേഷന്റെ കേസ് ആണ് ഇവിടെ പറഞ്ഞത്. അതിൽ കറന്റ് ഗെയിൻ 0.99 ആയാൽ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറന്റ് ഗെയിൻ എത്രയാണ്? ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത് പറയൂ. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആൽഫയും ബീറ്റയും പഠിച്ചിരുന്നു. എന്താണ് ആൽഫ? ആൽഫ എന്നുള്ളത് എന്താണ്, കോമൺ ബേസ് കോൺഫിഗറേഷനിലെ കറന്റ് ഗെയിൻ ആണെന്ത് ആൽഫ. ആൽഫ എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു, IC ഡിവൈഡ് ബൈ IE ആയിരുന്നു ആൽഫ. അതുപോലെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ, ട്രാൻസിസ്റ്ററിന്റെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണെങ്കിൽ അവിടെ പഠിക്കുന്നതാണ് എന്ത് കറന്റ് ഗെയിൻ ബീറ്റ. ഓക്കെ അല്ലേ. ബീറ്റ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറന്റ്, അതായത് IC ഡിവൈഡഡ് ബൈ ഇൻപുട്ട് കറന്റ്, അതാണ് ബേസ്, അതായത് IB എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ആൽഫയും ബീറ്റയും തമ്മിൽ റിലേഷൻ പഠിച്ചിരുന്നു. അതെന്താണ് പറയൂ. ആൽഫയും ബീറ്റയും തമ്മിൽ റിലേഷൻ, ആ ഇക്വേഷൻ പഠിക്കണം എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഇങ്ങനെ എന്ത് ചെറിയ പ്രോബ്ലംസ് ചോദിക്കും. അതായത് ആൽഫ ഈക്വൽ ടു എന്ത് വരും, ആൽഫ ഈക്വൽ ടു പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി പറയൂ എന്താണെങ്കിലും ആൽഫ ആവട്ടെ ബീറ്റ ആവട്ടെ, നമ്മൾ രണ്ട് ഇക്വേഷൻ പറഞ്ഞിരുന്നു. ആൽഫ ഈക്വൽ ടു എന്ത് ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ. ഓക്കെ, ഇനി ബീറ്റയുടെ ടേംസ് പറയുകയാണെങ്കിൽ ഇതിന്റെ നേരെ റിവേഴ്സ് ചെയ്താൽ മതി. അതായത് ഇവിടെ ബീറ്റ കൊടുത്ത സ്ഥാനത്ത് എന്ത് ചെയ്യുക, ആൽഫ കൊടുക്കുക. ആൽഫ ഡിവൈഡഡ് ബൈ ഇവിടെ പ്ലസ് കൊടുത്തോടത്ത് എന്ത് കൊടുക്കുക, മൈനസ് കൊടുക്കുക, 1 മൈനസ് ആൽഫ. അപ്പൊ നമ്മോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്, എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ തന്നിട്ടുള്ളത് CB കറന്റ് ഗെയിൻ തന്നിട്ടുണ്ട്, അതായത് ആൽഫ തന്നിട്ടുണ്ട്. ആൽഫ എന്ന് പറഞ്ഞാൽ 0.99 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്, CE കറന്റ് ഗെയിൻ, അതായത് ബീറ്റിന് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയാവും. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ആൻസർ പറയൂ, ഏതാണ് വരുന്നത്, കമന്റ് ചെയ്യൂ. ഡയറക്റ്റ് ചോദ്യമാണ്. യെസ് പറയൂ. അതായത് ബീറ്റ ഈക്വൽ ടു ആൽഫ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ. ആൽഫയുടെ വാല്യൂ എത്രയാണ്, 0.99. ഓക്കെ അല്ലേ. അതേ ഡിവൈഡ് ബൈ 1 മൈനസ് 0.99. ഇത് ചെയ്യുമ്പോൾ എത്ര ആൻസർ വരുന്നത്, നമുക്കറിയാം 0.99 ഡിവൈഡ് ബൈ 1 മൈനസ് 0.9 ചെയ്യുമ്പോൾ എന്ത് വരും,
0.1 വരും. അതായത് ഈ 0.01 മുകളിലേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 99 വരുന്നത്, അല്ലെങ്കിൽ എന്ത് 99 ആണ് നമ്മുടെ ബീറ്റയുടെ വാല്യൂ വരുന്നത്. ഓക്കെ, ആൻസർ വരുന്നത് ഡി ആണ്. ഇതിൽ ആരോ കമന്റ് ചെയ്തിരുന്നു എ എന്ന്. എ അല്ല വരുന്നത്, മനസ്സിലായോ? കണ്ടോ, ചെറിയ ചെറിയ അതായത് ഒരു മാർക്കും പോവും, 0.3 പോവും. അപ്പം സംഗതി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, അത് തെറ്റിക്കരുത്. ഇവിടെ ആൻസർ വരുന്നത് 99 ആണ്. പിന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ, നമ്മളെന്ത് ഇതൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ പോലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്താണ് ബീറ്റയുടെ വാല്യൂ എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 20 അല്ലെങ്കിൽ എന്ത് 20 to 100 അല്ലെങ്കിൽ എന്ത് 200 ആ റേഞ്ചിലേക്കാണ് ബീറ്റയുടെ വാല്യൂ വരുന്നത്. അതേസമയം ആൽഫയുടെ വാല്യൂ നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നു, എന്താണ് ആൽഫ എല്ലായ്പ്പോഴും ലെസ് ദാൻ 1 ആണ് വരിക. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഈ തന്ന ഓപ്ഷനിൽ ഇതൊന്നും ചെയ്യാൻ അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്ത് എ എന്തായാലും വരില്ല എന്ന് മനസ്സിലാക്കാം. കാരണം എന്തായാലും ആൽഫയും ബീറ്റയും വരെ വാല്യൂ വരില്ലല്ലോ, വരില്ല. അടുത്തത് പിന്നെ ബി നോക്കുകയാണെങ്കിൽ ബിയും ചെറിയ വാല്യൂ ആണ്. ഓക്കെ, സിയും എന്താണ് ചെറിയ വാല്യൂ ആണ്. തന്നിരിക്കുന്ന വലിയ വാല്യൂ എന്താണ് 99 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണമെങ്കിൽ അതും എന്ത് ചെയ്യാം, ജസ്റ്റ് റാൻഡഡ് കറപ്പിച്ചാൽ പോലും ശരിയാവും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ആ വർഷം തന്നെ ചോദിച്ചതാണ്. കണ്ടോ, റിപ്പീറ്റേഷൻ വരുന്നത് കണ്ടോ? ജന ഡയോഡിന്റെ ഉപയോഗം എന്ത്? ഇതിന്റെ ആൻസർ വേഗം കമന്റ് ചെയ്യൂ. ഹാഫ് വേവ് റെക്ടിഫയർ ആണോ, വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ആണോ, ഫുൾ വേവ് റെക്ടിഫയർ, ഓപ്ഷൻ ഡി ആംപ്ലിഫയർ? പറയൂ. എന്താണ്? വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ആണ് അല്ലേ? നമ്മളിപ്പോ ഈ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് ഒക്കെ എന്താ നടക്കുന്നത്? അവിടെ റെക്ടിഫിക്കേഷൻ ആണ് അല്ലേ? അത് സാധാ നോർമൽ. അതുപോലെ ആംപ്ലിഫയറിന്റെ കേസിൽ ഏതാ വരും? ആംപ്ലിഫയറിന്റെ കേസിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ട്രാൻസിസ്റ്റർ ആണ് എന്ത് നോർമലി യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഓക്കെ ആയി. ഇനി 40ാമത്തെ ആൻസർ പറയൂ. ഒരു ലോജിക് ഗേറ്റിലേക്കുള്ള 2 ഇൻപുട്ടും ഹൈ ആയാൽ ഔട്ട്പുട്ട് ലോ ആകുന്ന ഗേറ്റ്. ഇപ്പൊ കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ട്രൂത്ത് ടേബിളിന്റെ കാര്യം മനസ്സിലായോ? ആ കൺസെപ്റ്റ് ആണ് ഇവിടെ അറിയേണ്ടത്. ഒരു ലോജിക് ഗേറ്റിലേക്കുള്ള 2 ഇൻപുട്ടും ഹൈ ആയാൽ, അതായത് 2 ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആകുന്ന കേസ് ഏതാണ്? ഓർ ഗേറ്റ് ആണോ, നോർ ഗേറ്റ് ആണോ, നാൻഡ് ആണോ, അതോ ആൻഡ് ആണോ? പറയൂ. എയും ബിയും എന്താണ്? എയും ബിയും ഇവിടെ 1 ആണെങ്കിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് എന്ത് കിട്ടണം? ഔട്ട്പുട്ട് 0 കിട്ടണം. ഈ കേസ് ഏത് സമയത്ത് വരിക? നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഓർ ഗേറ്റിനെ സംബന്ധിച്ചാണെങ്കിൽ എന്താ അഡീഷൻ ആണ്, ഒന്നും കൂട്ടിയാൽ 1 ആണ് വരേണ്ടത്. ഓക്കെ, ഇവിടെ എന്താണ് 0 ആണ്, അപ്പൊ ഓർ ഗേറ്റ് അല്ല. അടുത്തത് ബി നോക്കാം. ആൻഡ് ഗേറ്റ് ആണോ? ആൻഡ് ഗേറ്റ് ആണെങ്കിൽ 1 പറഞ്ഞാൽ 1 ആണ് വരേണ്ടത്, അപ്പൊ അതും അല്ല, ആൻഡും അല്ല. ഇനി നോറാണോ? നോറാണോ വരുന്നത്? അല്ല. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി അല്ലേ? നാൻ ഗേറ്റ് ആണെന്ത് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി HSAന്റെ 2016 ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് യൂണിവേഴ്സൽ ഗേറ്റ്? ഞാൻ കമന്റ് ചെയ്യും, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇപ്പൊ റിപ്പീറ്റേഷൻ വരുന്ന കണ്ടോ? ഏതാണ്? ഓപ്ഷൻ സി ശരിയാണ്. അപ്പം നോർ ഗേറ്റും ഉണ്ട്, നാൻ ഗേറ്റും ഉണ്ട്. മാക്സിമം റിവൈസ് ചെയ്ത് തന്നെ പോവാ. നമുക്ക് എന്ത് അത് പിന്നെ രണ്ടാമത് പഠിക്കേണ്ട ഒരു ആവശ്യം വരരുത്. ഇനി ഇത് പറയൂ. ഇൻപുട്ട് ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിട്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എത്രയായിരിക്കും? പറയൂ. അതായത് ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് ഇൻ തന്നിട്ടുണ്ട്, എത്ര? 50 ഹെർട്സ് തന്നിട്ടുണ്ട്. യെസ്. അപ്പൊ എഫ് ഔട്ട്പുട്ട് എന്ത് വരും? നമുക്കറിയാം ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ത് വരുന്നുണ്ട്? 2 ടൈംസ് ഓഫ് നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. ഓക്കെ അല്ലേ? ഈ റിലേഷൻ ഓർത്ത് വെക്കുക. കാരണം എന്താ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതിന്റെ ഗ്രാഫ് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇങ്ങനെയാണ് നമ്മുടെ AC എങ്കിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരുന്നു? ഒരു ഫുൾ വേവിനെ സംബന്ധിച്ചാണെങ്കിൽ ഇങ്ങനെയല്ലേ കിട്ടുന്നത് അല്ലേ? അതായത് ഇവിടെ ഒരു കംപ്ലീറ്റ് സൈക്കിള് നടക്കുമ്പോൾ ഒറ്റ വേവ് മാത്രമേ വന്നിട്ടുള്ളൂ.
അല്ല. അപ്പൊ ഫ്രീക്വൻസി നമുക്ക് എന്ത് ഈ കേസിൽ 1 ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ ആണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത എന്താണ് ഔട്ട്പുട്ടിന്റെ ഫ്രീക്വൻസി 2 ആണ്. അതുകൊണ്ടാണ് എന്തോ ഒരു ഫുൾ വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് അതിന്റെ ഫ്രീക്വൻസി എന്തായിട്ട് വന്നത്, ഇൻപുട്ടിന് ഡബിൾ ആയിട്ട് വന്നത്. ഇനി ഒരു ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്ത് വരും? ഹാഫ് വേവ് ആണെങ്കിൽ നിങ്ങൾ എന്ത് റിലേഷൻ ഇൻപുട്ട് ഫ്രീക്വൻസിയും അതുപോലെ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്താണ് ഹാഫ് വേവ് റെക്ടിഫയറിനെ സംബന്ധിച്ച് സെയിം ആണ്. ഓക്കെ, അവര് ഹലോ, ഇത് പറയൂ. സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റൻസ് എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? അതായത് ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുക അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ടെമ്പറേച്ചർ കൂടിയാൽ കണ്ടക്ടിവിറ്റി എന്താണ് ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? സെമി കണ്ടക്ടേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസ് ഒക്കെ മെജോറിറ്റി എന്ത് ചെയ്യും, അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തും. അതായത് അവിടുത്തെ കണ്ടക്ടിവിറ്റി കൂടും. കണ്ടക്ടിവിറ്റി കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റിവിറ്റി കുറയാണല്ലോ ചെയ്യുക, അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ വരുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ റെസിസ്റ്റൻസ് എന്താണ്, ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് കുറയുന്നു. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇതേ ചോദ്യം നിങ്ങളോട് ഒരു മെറ്റൽ ആണ് ചോദിച്ചതെങ്കിൽ, ഒരു നോർമൽ കണ്ടക്ടർ ആണെങ്കിൽ എന്താണ് വരിക? ടെമ്പറേച്ചർ കൂടിയാൽ റെസിസ്റ്റൻസ് എന്ത് ചെയ്യും? റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, അടുത്ത ചോദ്യം. ദ മെയിൻ ആപ്ലിക്കേഷൻ ഇത് KWന്റെ എക്സാമിന് ചോദിച്ചതാണ്. ഞാൻ പറയൂ, ആംപ്ലിഫിക്കേഷൻ ആണോ? അല്ല. റെക്ടിഫിക്കേഷൻ ആണോ? അല്ല. മിത പറഞ്ഞ ശരിയാണ്, വോൾട്ടേജ് റെഗുലേഷൻ. ഓക്കെ, കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന കണ്ടോ. അവ അടുത്ത് പറയൂ. ഇതും ലീഗൽ മെട്രോളജിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2016. ഇൻ CE ആംപ്ലിഫയർ എമിറ്റർ കറന്റ് ഈക്വൽ ടു 6 മില്ലി ആംപിയർ, ബേസ് കറന്റ് ഈക്വൽ ടു 0.1 മില്ലി ആംപിയർ, ദെൻ കറന്റ് ഗെയിൻ ഈസ്. പറയൂ, കറന്റ് ഗെയിൻ എന്ത് വരും? എന്താണ് കറന്റ് ഗെയിൻ? നമുക്കറിയാം ഇവിടെ എന്താണ് കോമൺ എമിറ്റർ അല്ലേ? കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ അവിടെ എന്താണ് കറന്റ് ഗെയിൻ? ബീറ്റ ആണല്ലോ. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് കറന്റ് ഡിവൈഡ് ബൈ ഇൻപുട്ട് കറന്റ്. ഇവിടെ ഔട്ട്പുട്ട് എന്ത് വരും? കോമൺ എമിറ്റർ ആണെങ്കിൽ ഔട്ട്പുട്ട് IC ആണ് അല്ലേ? IC ഓക്കെ അല്ലേ? IC ഡിവൈഡ് ബൈ IB അല്ലേ? IB ആണ്. ഇനി ഇവിടുത്തെ IC എന്താ വരിക? ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? എമിറ്റർ കറന്റ് തന്നത് 6 മില്ലി ആംപിയർ, അതായത് IE ആണ് തന്നത്. നമുക്ക് വേണ്ടത് എന്താ? IC ആണ് കിട്ടേണ്ടത്. പറയൂ, അതെങ്ങനെ കിട്ടും? IEയും IC IB തമ്മിലുള്ള റിലേഷൻ എന്താ? IE അല്ലെങ്കിൽ എമിറ്ററിലെ കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലായ്പ്പോഴും ബേസ് കറന്റ് പ്ലസ് കളക്ടർ കറന്റ് അല്ലേ? അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് IC കണ്ടുപിടിച്ചൂടെ? IC എന്ത് വരും? IE മൈനസ് IB വരും. ഓക്കെ, അപ്പൊ എത്രയുടെ വാല്യൂ വരുന്നത്? IC ഈക്വൽ ടു IE മൈനസ് IB വരും. അതായത് IC ഈക്വൽ ടു 6 മൈനസ് 0.1, അതായത് 5.9 ആണെന്ത് ICയുടെ വാല്യൂ. അപ്പൊ IC വാല്യൂ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് IC ഈക്വൽ ടു 5.9 ഡിവൈഡഡ് ബൈ 0.1, അതായത് 5.9 ഡിവൈഡ് ബൈ 0.1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 0.1 മുകളിലേക്ക് വരുമ്പോൾ 10 എന്ന് വരും. അതായത് 59 ആണെന്ത് നമ്മുടെ കറന്റ് ഗെയിൻ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആ പ്രോബ്ലം മനസ്സിലായല്ലോ. ഇത് പല ആൾക്കാരും തെറ്റിക്കുന്ന ചോദ്യമാണ്. കാരണം എന്താ? യെസ്, A ആണ്. കാരണം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ട് എന്ത് ചെയ്യും? ബീറ്റ എന്ന് പറഞ്ഞിട്ട് നേരെ 6, അതായത് ഇവിടെ എമിറ്റർ കറന്റ് ആണെന്നും ആലോചിക്കാണ്ട് നേരെ എന്ത് ചെയ്യും? 6 മില്ലി ആംപിയർ ഡിവൈഡ് ബൈ 0.1 എന്ന് എഴുതും. ഇതിന്റെ ആൻസർ എന്ത് വരും? 60 എന്ന് വരും. ഇതാണോ? അല്ല, ഇത് തെറ്റാണ് അല്ലേ? അപ്പൊ പല ആൾക്കാരും എന്ത് ചെയ്യും? C കറുപ്പിക്കാൻ നോക്കും. അതല്ല,
നമുക്ക് ഇവിടെ വേണ്ടത് തന്നിരിക്കുന്നത് ശരിക്കും ക്വസ്റ്റ്യൻ വായിക്കുക. തന്നിരിക്കുന്നത് എന്താണ്? എമിറ്റർ കറന്റ് ആണ് തന്നത്, ഐ ആണ് തന്നത്. ഐ തന്നതുകൊണ്ട് എന്ത് നമുക്ക് ബീറ്റയുടെ ഇക്വേഷൻ എന്താണ്? ബീറ്റ എന്ന് പറഞ്ഞാൽ IC/IB ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം? IC കണ്ടുപിടിക്കണം. IC കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന റിലേഷൻ ആണ് എന്താ? ഇ എന്ന് പറഞ്ഞാൽ IB പ്ലസ് IC ആണ്. ഇതിൽ നിന്ന് ആദ്യം IC കണ്ടുപിടിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ബീറ്റ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആൻസർ നിങ്ങൾക്ക് കിട്ടി വിചാരിക്കുന്നു. എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? ദെൻ ഇതിന്റെ ആൻസർ വേഗം പറയൂ. ഓക്കെ. അപ്പൊ എക്സാമിന് ഇപ്പൊ ലോജിക് ഗേറ്റ് അറിഞ്ഞാല് ഈ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എക്സാമിന് ചോദ്യം വരും. വിച്ച് ഓഫ് ദ ലോജിക് ഗേറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ഫോളോയിങ് കോമ്പിനേഷൻ. അതായത് താഴെ തന്നിരിക്കുന്ന ഈ ലോജിക് ഗേറ്റ് വെച്ച് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഏതാണ്? ഏതിനോട് സമാനമാണ്? അതൊരു ഓർ ഗേറ്റിന് സമാനാണോ, അതോ നാൻ ഗേറ്റ് ആണോ, ആൻഡ് ആണോ, നോർ ആണോ? എന്ത് വരും? അപ്പൊ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഇതിനെ ഓരോ ഔട്ട്പുട്ട് ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് ഓരോന്ന് ചെയ്യാം. അല്ല എങ്കിൽ ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്താ വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യുക, എക്കും ബിക്കും വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്യാം, രണ്ടിന് ഞാൻ 0 ഇട്ട് കൊടുക്കാൻ നോക്കുകയാണ്. രണ്ടും 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും? ഇവിടെ എന്റെ ഇവിടെ ഔട്ട്പുട്ട് എന്ത് വരും? 0 ആണെങ്കിൽ ഇവിടെ 1 വരും, ഇവിടെ 1 വരും. ഇനി രണ്ടും ഏതിലേക്കാണ്? ഒരു നോറിലേക്കാണ് പോയിട്ടുള്ളത് അല്ലേ? രണ്ടും 1 ആണെങ്കിൽ നമുക്കറിയാം എന്താ ഔട്ട്പുട്ട് 1, ഔട്ട്പുട്ട് 0 അല്ലേ വരിക അല്ലേ? ഔട്ട്പുട്ട് 0 ആണ് വരുന്നത്. ഇനി രണ്ട് 1 കൊടുത്ത രണ്ട് 1 കൊടുക്കാം. രണ്ട് 1 കൊടുക്കുമ്പം ഇവിടെ 0 വരും, ഇവിടെയും 0 വരും. 0യും 0യും കൂട്ടിയാൽ 0, അതിന്റെ എന്താ പറയാ ഇൻവേർട്ട് ആണ് ഔട്ട്പുട്ട് വരിക, അതായത് 1 വരും. അതുപോലെ 1 കൊടുത്തപ്പം എനിക്ക് എന്താ കിട്ടിയ ഔട്ട്പുട്ട്? 1 കിട്ടി. ഓക്കെ. ഇനി ഞാൻ എന്ത് ചെയ്യാ, ഒരു ടെർമിനൽ ഞാൻ 0 ആക്കാണ്. അപ്പൊ എന്ത് വരും അതിന്റെ ഔട്ട്പുട്ട്? ഒന്ന് എക്ക് 0 കൊടുത്തു, ബിക്ക് 1 കൊടുത്തു, ബിക്ക് 0 കൊടുത്തു. അപ്പൊ ഇവിടെ 0 വന്നു, ഇവിടെ 1 വന്നു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? ഔട്ട്പുട്ട് 0 ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കമ്പയർ ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാണ്. എന്താ? 0യും 0യും കിട്ടിയപ്പോ 1, 1ഉം 0യും കൊടുത്തപ്പോ എന്താ ഔട്ട്പുട്ട്? സോറി, 0യും 0യും കൊടുത്തപ്പോ 0, 1ഉം 0യും കൊടുത്തപ്പോ എന്ത് വന്നു? 0 വന്നു. 1ഉം 1ഉം കൊടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ എന്താ? 1 ആണ്. ഓക്കെ. ഇത് ഏത് ഗേറ്റ് ആണ്? അതായത് ഇൻപുട്ട് രണ്ടും 1 ആണ് സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് 1 കിട്ടുന്ന ഏതാണ്? ആൻഡ് ആണല്ലോ അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരുന്നത്? ആൻഡ് ഗേറ്റ് ആണ്. പറയാ, ഈ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഫിസിക്സുകാരൊക്കെ ചിലപ്പോൾ മേ ബി ഇത് പഠിച്ചിട്ടുണ്ടാവും. അതായത് അതും കൂടി പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് നോക്കാം, എ ആണെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട്, നോട്ടിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? എ ബാർ വരും. ബി ആണെങ്കിൽ ബി ബാർ വരും. ഓക്കെ. ഇനി നോറ് പറയുമ്പോൾ എന്ത് വരും? നോറ് എന്ന് പറഞ്ഞാൽ ഈ ഇൻപുട്ടുകൾ തമ്മിൽ രണ്ട് ആഡ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് അതിന്റെ ഇൻവേഴ്സ് എടുക്കലാണല്ലോ. അപ്പൊ എ ബാർ പ്ലസ് ബി ബാർ ഓൾ ബാർ ആണ് എന്ത് ഇതിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്ത് ഡിമോർഗൻസ് ലോ ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അത്ര ഡെപ്തിൽ പോകുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഡിമോർഗൻസ് തിയറം പ്രകാരം എനിക്ക് ഇതിനെ മാറ്റി എഴുതാം. അതായത് എ ബാർ ഇതിനെങ്ങനെ മാറ്റാൻ പറ്റും? എ ബാർ ഡബിൾ ബാർ, പിന്നെ ഈ പ്ലസ് ഉള്ളത് എന്തായിട്ട് മാറും? ഇൻറ്റു ആയിട്ട് മാറും. ഓക്കെ. അത് ഇൻറ്റു ബി ഡബിൾ ബാർ വരും. ഓക്കെ. ഇനി നമുക്ക് അറിയുന്ന കാര്യമാണ് എന്ത്? എ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ആണ്. അതുപോലെ ബി ഡബിൾ ബാർ എന്താ? ബി ആണ്. ഓക്കെ. അപ്പൊ എന്താ കിട്ടിയത്? എ ഡോട്ട് ബി എന്നാണ് കിട്ടിയത്. അപ്പൊ എ ഡോട്ട് ബി എന്താണ് സംഭവം? എ ഡോട്ട് ബി എന്നുള്ളത് നമ്മുടെ ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ. അപ്പൊ ഡിമോർഗൻസ് തിയറം പ്രകാരം ജസ്റ്റ് എ പ്ലസ് ബി ഓൾ ബാർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ? ഡിമോർഗൻസ് തിയറം പ്രകാരം എനിക്ക് ഇതിനെ എഴുതാൻ പറ്റും. എ ബാർ പ്ലസിന് വരെ എന്ത് കൊടുക്കുക? ഡോട്ട് കൊടുക്കുക. എ ബാർ ഡോട്ട് ബി ബാർ കൊടുക്കാം. തിരിച്ച് ഇനി എന്ത്? എ ബാർ ഡോട്ട് സോറി ഇതാ നോക്കാം. എ ഡോട്ട് ബി ഓൾ ബാർ ആണെങ്കിൽ, ഡോട്ട് ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ എന്ത് വരും? പ്ലസ് ആണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ എ ബാർ പ്ലസ് ബി ബാർ ആണ് വരുന്നത്. ഇനി എ പ്ലസ് ബി ഓൾ ബാർ ആണെങ്കിൽ ഇതിനെ ഡിമോർഗൻസ് തിയറം എന്ന് പറയുന്നത്, നിങ്ങൾ അത്ര ഡെപ്തിലേക്ക് പോകണ്ട, എന്നാലും ഇപ്പൊ പറഞ്ഞുള്ളൂ, എ ബാർ ഡോട്ട് ബി ബാർ ആണ്. ഇത് വെച്ചിട്ടാണ് എന്ത് നമ്മൾ നേരത്തെ ആ പ്രോബ്ലം ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് കൺവീനിയന്റ് ആയ മെത്തേഡിലൂടെ ചെയ്താൽ മതി. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? ആൻഡ് ഗേറ്റ് ആണ്. അടുത്ത് പറയൂ. കണ്ടോ, ജനറൽ ഡയോഡ് ഇമ്പോർട്ടന്റ് ആട്ടോ.
ജനഡയോണിന്റെ വലിയ എന്താ പറയാ ഡെപ്തിലേക്ക് വർക്കിംഗ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ജസ്റ്റ് ആ ബേസിക് ആയിട്ട് അതിന്റെ ഫംഗ്ഷന് അതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള ആ ബേസിക് കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. പറയൂ, വിച്ച് പ്രോപ്പർട്ടി ഓഫ് ജനഡയോഡ് ഈസ് യൂസ്ഡ് ടു റെഗുലേറ്റ് സപ്ലൈ വോൾട്ടേജ്? വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി ജനഡയോഡ് എങ്ങനെ അല്ലെങ്കിൽ അതിന്റെ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? പറയൂ. ഓപ്ഷൻ എ ആണോ? അറ്റ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ദർ ഈസ് ലാർജ് ഇൻ ദ റിവേഴ്സ് കറന്റ്, അതാണ് വരുന്നത്, ആണോ? അടുത്ത് നോക്കാം. ദ ലാർജ് റിവേഴ്സ് കറന്റ് വിൽ ചേഞ്ച് ദ റിവേഴ്സ് വോൾട്ടേജ്, അല്ല. അപ്പൊ എയും അല്ല ബിയും അല്ല. യെസ്, നിങ്ങൾ കമന്റ് ചെയ്ത് ശരിയാണ്. എന്താ വരുന്നത്? ഓപ്ഷൻ സി ആണ്, അല്ലേ? ദ ജനറൽ വോൾട്ടേജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ കറന്റ് ത്രൂ ദ ഡയോഡ്, അല്ലേ? അതായത് വി ഇസഡ് ആണ് ജനറൽ വോൾട്ടേജിനെ നമ്മൾ പറയുന്നത്. അവിടെ ജനറൽ ഡയോഡിനെ സംബന്ധിച്ച് നമ്മളിവിടെ കണക്ഷൻ ചെയ്യുന്നത് എന്താണ്? റിവേഴ്സ് ബയാസിങ്ങിലാണ്. അപ്പൊ എന്റെ ചോദ്യം, എനിക്ക് ഈ ജനറൽ ഡയോഡിനെ ഫോർവേഡ് ബയാസിങ് ചെയ്യാൻ പറ്റുമോ? ജനറൽ ഡയോഡിനെ ഫോർവേഡ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക? ഓക്കെ, ജസ്റ്റ് ഇസഡ് തിരിച്ച് ജനറൽ ഡയോഡിനെ ഞാൻ ഫോർവേഡ് ബയാസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? യെസ് ആണ്, ഇതേ ചോദ്യം ഇനി വരുന്ന നമ്മൾ POക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, അതായത് റിവേഴ്സ് ബയാസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വോൾട്ടേജ് റെഗുലേഷൻ കിട്ടും. അതേസമയം ഫോർവേഡ് ബയാസ് ആണെങ്കിൽ അവിടെ കിട്ടുന്ന എന്താണ്? നോർമൽ ഡയോഡിന്റെ ഫംഗ്ഷൻ പോലെ ഔട്ട്പുട്ട് കിട്ടും. ഇത് പറയൂ. 66/23, ഇതും ലീഗൽ മെട്രോളജിന്റെ ക്വസ്റ്റ്യൻ ആണ്. 46-ാം ചോദ്യം. ഇൻ എ റിവേഴ്സ് ബയാസ്ഡ് PN ജംഗ്ഷൻ ദ മൈനോറിറ്റി കറന്റ് ഫ്ലോസ് ഫ്രം. ഒരു PN ജംഗ്ഷൻ റിവേഴ്സ് ബയാസിലാണ് വെച്ചിട്ടുള്ളത്. അതിൽ മൈനോറിറ്റി കറന്റ് എവിടുന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? എന്നിൽ നിന്ന് P റീജിയനിലേക്കാണോ, അതോ P റീജിയനിൽ നിന്ന് എന്നിലേക്കാണോ, അതോ അവിടെ മൈനോറിറ്റി കറന്റ് 0 ആണോ, അതോ ബോത്ത് വേസ് ആണോ? പറയൂ. ആ, എന്തായാലും നമുക്കറിയാം, അത് നോർമലി ഡയോഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യണം? ഫോർവേഡ് ബയാസിങ് കൊടുക്കണം, അല്ലേ? അതായത് P ടെർമിനൽ പോസിറ്റീവിലോട്ടും അതുപോലെ N ടെർമിനൽ നെഗറ്റീവിലോട്ടുമാണ് എന്ത് കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയുടെ. ഓക്കെ അല്ലേ? അതാണ് ഫോർവേഡ് ബയാസിങ്. ഇവിടെ പറഞ്ഞ എന്താ? റിവേഴ്സ് ബയാസിങ് ആണ്. റിവേഴ്സ് ബയാസിങ് ആണെങ്കിൽ എന്ത് വരും? നമുക്കറിയാം, യെസ്, എ ആണ് വരുന്നത്. റിവേഴ്സ് ബയാസിങ് ആണെങ്കിൽ നമ്മൾ നോക്കാം. റിവേഴ്സില് ഓക്കെ, ജസ്റ്റ് ഇവിടെ P N, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ കൊടുക്കും. എൻ്റെ ഭാഗത്ത് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് ഭാഗം കൊടുക്കും. ഇതാണ് റിവേഴ്സ് ബയാസിൽ, അല്ലേ? ഇനി ഈ കേസിലാണ് നമുക്കറിയാം നോർമലി എന്താണ് ഇവിടുത്തെ ഹോൾസ് ഒക്കെ ഇതിലൂടെ ഇങ്ങോട്ട് വരും. അതുപോലെ ഇവിടെ ഇതിലെ ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വരും. അതായത് നോർമലി അവിടെ ശരിക്കും എന്താണ്? കണ്ടക്ഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. പക്ഷെ കണ്ടക്ഷൻ വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ നമുക്കറിയാം P റീജിയനിലാണെങ്കിൽ ഇവിടുത്തെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ആരാണ്? ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, അല്ലേ? ഇപ്പൊ നോക്കാം, ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്, ഇവിടെ ഇലക്ട്രോൺസും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് പോകാനുള്ള ചാൻസ് ഇല്ലേ? ഇങ്ങോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പോകും. ഓക്കെ, അതായത് അവിടെ ചെറിയ ഒരു ലീക്കേജ് കറന്റ് ഉണ്ടാവുന്നുണ്ട്. ആര് കാരണം? മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് കാരണം. ഓക്കെ, അതേപോലെ നോക്കാം, ഈ N ടൈപ്പ് റീജിയൻ ആണെങ്കിൽ അവിടെ മൈനോറിറ്റി കാരിയേഴ്സ് ആരാളുള്ളത്? അവിടെ ഹോൾസ് ആണ് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ്, അല്ലേ? അപ്പൊ നിങ്ങൾ നോക്ക്, ഇവിടെ പോസിറ്റീവ് ആണുള്ളത്, ഇവിടെ ഹോൾസ് കുറച്ചുണ്ടേനും. അപ്പൊ രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഇവ എന്ത് ചെയ്യും? ഡ്രിഫ്റ്റ് ചെയ്ത് ഇവിടുത്തെ ഹോൾസ് എല്ലാം എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ശരിക്കും ഇവിടെ പറയുകയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്താണ്? രണ്ട് ഡയറക്ഷനിലേക്കും കറന്റ് ഫ്ലോ ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് എന്ത്, ഇത് പക്ഷെ PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കാരണം തന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് ഇവിടെ എന്ത്, നമ്മൾ നോർമലി ഒരു കാര്യങ്ങൾ പൊസിഷൻ
പറയൂ, അതിന്റെ ആൻസർ എന്ത് വരും? ആൽഫയും ബീറ്റയും തമ്മിലെ റിലേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കോമൺ ബേസ് കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിനും കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലെ കറണ്ട് ഗെയിനും തമ്മിലെ റിലേഷൻ എന്താണ്? ആൽഫ ഈക്വൽ ടു ബീറ്റ ഡിവൈഡ് ബൈ, പറയൂ, 1 - ആണോ 1 + ആണോ? എന്ത് വരും? പറയൂ, ഏതാണ് വരുന്നത്? ആൽഫ ഈക്വൽ ടു ബീറ്റ ബൈ 1 - ബീറ്റ ആണോ? ഓപ്ഷൻ എ ആണോ? പറയൂ. എ അല്ല. ഓക്കെ, അടുത്തത് ബി ആണോ? ബീറ്റ ഈക്വൽ ടു ആൽഫ ബൈ 1 - ആൽഫ എന്നാ പഠിച്ചത്. യെസ്, ബീറ്റ ഡിവൈഡ് ബൈ 1 + ബീറ്റ. ഓക്കെ അല്ലേ? ഈ ഒരു കാര്യം മാറിപ്പോരുത്. ഓക്കെ, അപ്പൊ ഒന്ന് പഠിച്ചാൽ മതി, ഇനി തിരിഞ്ഞു പോണ്ട. ആൽഫന്റെ പഠിക്കുകയാണെങ്കിൽ ബീറ്റ പറയുമ്പോൾ എന്ത് വരിക? ജസ്റ്റ് ഇവിടെ മൈനസ് കൊടുക്കാന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് തെറ്റിപ്പോയില്ല. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ചോദ്യം വരുന്നുണ്ട്, മനസ്സിലായില്ലേ? ഇക്വേഷൻസ് ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻസിൽ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ വരുന്നുണ്ട്. അതുപോലെ ആൽഫ വെച്ചിട്ടും എന്ത് പ്രോബ്ലംസ് എന്താ ഡയറക്റ്റ് ചോദ്യങ്ങളാണ് വന്നത്. ഇത് പറയൂ. ഓക്കെ, 48. ഫോർ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഷുഡ് ബി. നമുക്ക് നല്ല ഒരു ആംപ്ലിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് എവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം? പറയൂ. ലൊക്കേറ്റഡ് നിയർ ദ മിഡ് പോയിന്റ് ഇൻ ദ DC ലോഡ് ലൈൻ. അതേസമയം രണ്ടാമത്തെ ഓപ്ഷൻ ലൊക്കേറ്റഡ് നിയർ ദ സാച്ചുറേഷൻ പോയിന്റ്. സി ലൊക്കേറ്റഡ് നിയർ കട്ട് ഓഫ് പോയിന്റ്. ഓപ്ഷൻ ഡി ക്യാൻ ബി എനിവെയർ അലോങ് DC ലോഡ് ലൈൻ. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നമ്മള് എന്താ വെച്ചാല് ഇത് ഡിഗ്രി അല്ലെങ്കിൽ ഡെപ്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് നന്നായി പഠിക്കുന്ന സമയത്താണ് എന്ത് ഈ കാര്യം പഠിക്കുന്നത്. നമുക്ക് ബേസിക് ലെവലിൽ ഇത് പഠിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം നമുക്കറിയാം, എന്താണ് ആംപ്ലിഫയർ വർക്ക് ചെയ്യുന്നത് എവിടെയാണ്? ആക്റ്റീവ് റീജിയനിലാണ്. ഓക്കെ, ആക്റ്റീവ് റീജിയനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്ത് ഞാനിപ്പോ പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ എന്താ വെച്ചാല് നിങ്ങൾക്ക് അറിയുന്ന കാര്യം വെച്ചുകൊണ്ട് എങ്ങനെ ക്യാൻസൽ ചെയ്ത് ആൻസർ എത്താന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, നോക്കാം. ആക്റ്റീവ് റീജിയൻ ആണെന്ന് അറിയാം. ഇനി ബാക്കി 2 റീജിയൻ ഏതാ? ഒന്ന് കട്ട് ഓഫ് റീജിയനും ഉണ്ട്, പിന്നെ സാച്ചുറേഷൻ റീജിയനും ഉണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ പറയൂ, ഓപ്ഷൻ ബി എന്താ പറഞ്ഞത്? ലൊക്കേറ്റഡ് നിയർ സാച്ചുറേഷൻ പോയിന്റ് എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തായാലും ആ റീജിയനിൽ അല്ലെങ്കിൽ ആ പോയിന്റ് അല്ലെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ആംപ്ലിഫിക്കേഷൻ കിട്ടുമോ? കിട്ടില്ല. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ കിട്ടും, പക്ഷെ അതെന്ത് ഫെയ്ത്ത്ഫുൾ ആയിട്ടില്ല, അല്ലെങ്കിൽ എന്ത് നല്ല ഡിസ്റ്റോഷൻ ഇല്ലാത്ത എന്ത് കിട്ടില്ല, ഔട്ട്പുട്ട് കിട്ടില്ല. ഓക്കെ, അതേപോലെ നമ്മൾ നോക്കാം, ഓപ്ഷൻ സി നോക്കൂ. ലൊക്കേറ്റഡ് നിയർ കട്ട് ഓഫ് പോയിന്റ് എന്നാ പറഞ്ഞത്. ഓക്കെ, കട്ട് ഓഫ് പോയിന്റിൽ വന്നാലും നമുക്ക് എന്ത് ആംപ്ലിഫിക്കേഷൻ വളരെ അല്ലെങ്കിൽ എന്ത് നല്ല ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുക, ആംപ്ലിഫിക്കേഷൻ കിട്ടുക. അല്ലാതെ എന്ത് നല്ല സ്മൂത്ത് ആംപ്ലിഫിക്കേഷൻ കിട്ടില്ല. നമുക്ക് കിട്ടണമെങ്കിൽ ആക്റ്റീവ് റീജിയനിലേക്ക് വരണം. ആക്റ്റീവ് റീജിയൻ ആണ് എങ്കിൽ നമുക്ക് അറിയുന്നതാണ് എന്ത്, അത് മിഡ് റീജിയൻ അല്ലെങ്കിൽ മിഡ് പോയിന്റിൽ വന്നാലേ എന്ത് സംഭവിക്കുള്ളൂ, ആക്റ്റീവ് റീജിയന് നമുക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ ആ കഴിഞ്ഞതിലൊരു അതിന്റെ ഗ്രാഫ് ഒക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ജസ്റ്റ് പല IB വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത്
ഈ നടുഭാഗത്തെ റീജിയൻ ആണ് നമ്മൾ എന്ത് വിളിച്ചിരുന്നത്, ആക്റ്റീവ് റീജിയൻ എന്ന് പറഞ്ഞിരുന്നത്. അതേപോലെ ഈ റീജിയൻ ആണ് നമ്മൾ സാച്ചുറേഷൻ റീജിയൻ പറഞ്ഞത്. അതുപോലെ ഏറ്റവും ലോവസ്റ്റ് റീജിയൻ ആണ് എന്ത്, കട്ട് ഓഫ് റീജിയൻ എന്നൊക്കെ പറഞ്ഞത്. ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ആൻസർ എന്താണ്, located near mid point in the DC load line. ഞാൻ ബാക്കി ഇതിന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് അത്ര കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പഠിച്ചത്. ഒന്ന്, എന്താണ് വേണ്ടത്, ആക്റ്റീവ് റീജിയൻ ആയിരിക്കണം. പിന്നെ ഈ ആക്റ്റീവ് റീജിയൻ എവിടെ ഉണ്ടാവുക, അതായത് നമ്മുടെ DC ലോഡ് ലൈനിന്റെ മിഡ് പോയിന്റിലായിരിക്കും നമ്മുടെ ഈ ആ രീതിയിൽ കണക്ട് ചെയ്താണ് നമുക്ക് എന്ത് കിട്ടുക, ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷൻ കിട്ടുക. ഓക്കെ, ഈ ഒരു കാര്യം ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി 49ാമത്തെ ചോദ്യം കണ്ടോ, വീണ്ടും റിപ്പീറ്റേഷൻ അല്ല, റിപ്പീറ്റേഷൻ അല്ല, ഇത് ടെസ്റ്റ് ഉണ്ട്, പറയൂ. ഇൻ എ ലോജിക് ഗേറ്റ് ദ ഔട്ട്പുട്ട് ഈസ് ലോ. ഔട്ട്പുട്ട് ലോ ആണ്. ഓക്കെ, 0 ആണ് വന്നത്. എപ്പോ, വെൻ ബോത്ത് ഇൻപുട്സ് ആർ ഹൈ, അതായത് നമ്മുടെ എയും ബിയും 1 ആണ് സമയത്ത് നമുക്ക് ഔട്ട്പുട്ട് 0 വരുന്നു. അടുത്ത പറഞ്ഞ എന്താ, ഓർ ഓൺലി വെൻ ബോത്ത് ഇൻപുട്ട് ആർ ലോ, രണ്ട് ഇൻപുട്ട് 0 വരികയാണെങ്കിൽ എനിക്ക് എന്ത്, എന്റെ ഔട്ട്പുട്ട് എന്ത് വരുന്നു, അത് 0 വരുന്നു. അങ്ങനെയെങ്കിൽ ദ ലോജിക് ഗേറ്റ് ഈസ്, ഇങ്ങനെ കാണിക്കുന്ന ലോജിക് ഗേറ്റ് ഏതാണ്? അതായത് ഇവിടെ പറഞ്ഞു നോക്കുക, നമ്മുടെ ഇൻപുട്ട് രണ്ട് ടെർമിനലും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 വരും. അതേപോലെ രണ്ട് ടെർമിനലും എന്ത് 0 ആണെങ്കിലും എനിക്ക് എന്ത് കിട്ടും, 0 കിട്ടും. ഇനി അല്ലാത്ത ബാക്കി ഏത് കേസ് ആണെങ്കിലും എനിക്ക് എന്താ കിട്ടുക, 1 ആണ് കിട്ടുക. യെസ്, ആദ്യം പറഞ്ഞതും മിത പറഞ്ഞതും എന്താണ്, കറക്റ്റ് ആണ്, എക്സോർ ഗേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് എന്ത്, നേരത്തെ പറയാത്ത രണ്ട് ഗേറ്റുകൾ ഉണ്ടായിരുന്നു, എക്സോറും അതുപോലെ എക്സ്നോറും. അപ്പൊ എക്സോറിന്റെ സിമ്പൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എക്സോറിന്റെ സിമ്പല് ജസ്റ്റ് നമ്മൾ എന്ത്, ഓർ ഗേറ്റ് വരക്കുക. ഓർ ഗേറ്റിന്റെ സിമ്പൽ തന്നെ ജസ്റ്റ് അതിന്റെ മുൻഭാഗത്ത് എന്ത് ചെയ്യുക, ഒരു വട്ടം ഇട്ട് കൊടുത്താൽ എന്ത്, ഒരു ക്രോസ് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സോർ ഗേറ്റ് കിട്ടും. ഇനി ഇതിന്റെ എക്സ്നോർ ആണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ, എക്സ്നോർ ആണെങ്കിൽ എന്താ വ്യത്യാസം വരിക, സെയിം. ഇതേപോലെ എന്ത് ചെയ്യുക, നമ്മളൊരു നോർ ഗേറ്റ് വരക്കുക. ജസ്റ്റ് ഇൻപുട്ടിൽ എന്ത് കൊടുക്കുക, ഒരു ക്രോസ് കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടി, എക്സ്നോർ ഗേറ്റ് കിട്ടി. അതായത് എക്സ്നോർ എന്ന് പറഞ്ഞാൽ എക്സോറിന്റെ ഔട്ട്പുട്ട് എന്താണോ അതിന്റെ ഇൻവേർട്ടർ ആയിരിക്കും എന്ത് വരിക, എക്സ്നോർ വരിക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ട്രൂത്ത് ടേബിൾ എങ്ങനെ വരും, രണ്ട് ഇൻപുട്ടും, അതായത് രണ്ട് ഇൻപുട്ടും ലോ ആണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്ത് വരും, 0 വരും. അതേപോലെ ഒരു ഏതെങ്കിലും ഇൻപുട്ട് 1 ആണെങ്കിൽ 10 ആണെങ്കിലും എന്ത് വരും, ഔട്ട്പുട്ട് 1 ആണ് വരിക. ദെൻ രണ്ട് ഇൻപുട്ടും എന്ത് ഹൈ ആയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 1 ആണ് വരികയാണെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്ത് വരും, 0 വരും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ, എക്സോർ ഗേറ്റില് രണ്ട് ടെർമിനലും സെയിം ആണെങ്കിൽ, ഔട്ട്പുട്ട് എന്ത് വരും, 0 ആണ് വരിക. മാറിപ്പോയത്, രണ്ട് ടെർമിനലും സെയിം ആണെങ്കിൽ, അതായത് രണ്ട് ടെർമിനലും 0 ആവാം അല്ലെങ്കിൽ ഹൈ ആവാം. ആ രണ്ട് കേസിൽ നമുക്ക് എന്താ ഔട്ട്പുട്ട് കിട്ടുന്നത്, 0 ആണ്, അല്ലെങ്കിൽ ലോ ആണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അല്ലാത്ത എല്ലാ കേസിലും ഔട്ട്പുട്ട് എന്ത് വരുന്നു, 1 വരുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ജസ്റ്റ് ആ ഇക്വേഷൻ വേണമെങ്കിൽ നോട്ട് ചെയ്യാം. y ഈക്വൽ ടു വരുന്നത്, അതായത് ഡിനോട്ട് ചെയ്യുന്നത് a പ്ലസ്, ഇങ്ങനെയാണ് എന്ത് ഡിനോട്ട് ചെയ്യാറുള്ളത്. ഓക്കെ, പ്ലസ് ജസ്റ്റ് റൗണ്ട് ഇട്ട് എഴുതുന്ന, അല്ലെങ്കിൽ എന്ത് A+B, അല്ലെങ്കിൽ ഇതാണ് എക്സോറിന്റെ എഴുതുന്ന ബി ബാർ പ്ലസ് എന്നില്ല, ഒന്ന് അതിന് അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ്. ഒരു എക്സോർ ഗേറ്റിന്റെ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ y ഈക്വൽ ടു വരുന്നത് എന്താണ്, AB ബാർ പ്ലസ് A ബാർ B ആണ് വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എക്സ്നോറിന്റെ കേസ് പറയാം. എക്സ്നോർ ആണെന്നുണ്ടെങ്കിൽ എന്താ അവിടെ വ്യത്യാസം, നിങ്ങൾ പറയൂ. എക്സ്നോർ ആണെങ്കിൽ, എക്സ്നോറിന്റെ കേസ് ആണെങ്കിൽ പറയൂ, രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ എന്ത് വരും, രണ്ട് ഇൻപുട്ടും സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും, നേരത്തെ 0 വന്നെങ്കിൽ ഇവിടെ എന്ത് വരും, 1 വരും. അതുപോലെ രണ്ട് ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും, 1 വരും. ഓക്കെ, ഇനി ഏതെങ്കിലും ഒന്ന് 1 ആണ് അല്ലെങ്കിൽ എന്ത് ലോ വ്യത്യാസപ്പെടുകയാണെങ്കിൽ യെസ്, അത് 0 വരും. 10 ആണെങ്കിലും 0 വരും. ഇതാണ് എക്സ്നോറിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത്, ഇവിടെ മനസ്സിലാവുന്ന കാര്യം എന്താ, രണ്ടും സെയിം ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടുന്നു, ഔട്ട്പുട്ട് 1 വരുന്നു. ഓക്കെ, അതായത് ഇതിന് വേറെ പേര് പറയാറുണ്ട്, ഈക്വലൻസ് ഗേറ്റ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അതായത് അതിന്റെ ഇൻപുട്ട് രണ്ടും സെയിം ആണെങ്കിൽ,
നമുക്ക് എന്ത് ഔട്ട്പുട്ട് എന്ത് കിട്ടും, ഹൈ കിട്ടും. ഓക്കെ, അത് 1 ആണെങ്കിലും കിട്ടും, 0 ആണെങ്കിലും നമുക്ക് എന്ത് ഔട്ട്പുട്ട് എല്ലായ്പ്പോഴും എന്താ കിട്ടുക, ഹൈ ആണ് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ ഈ എക്സ്നോർ ഗേറ്റിന് വേറെ പേരാണെന്ത്, ഈക്വലൻസ് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇനി ഇതിന്റെ വൈന്റെ ഇക്വേഷൻ വരുന്നത് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യാറുള്ളത് എ ഇങ്ങനെ കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ബാർ ഇട്ട് എഴുതാറുണ്ട്. അല്ലെങ്കിൽ എന്ത് വേറെ നമ്മൾ എന്താ അതിനെ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഇക്വേഷൻ ആണ് എന്ത്, എ ബി പ്ലസ് എ ബാർ ബി ബാർ. ഓക്കെ, ഇതാണ് ഇതിന്റെ എക്സ്നോറിന്റെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാന്നുള്ളൂ. അഥവാ ചോദിച്ചാൽ ഇപ്പൊ കണ്ടോ ഇങ്ങനെ ചോദ്യം വന്നല്ലോ, അതുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ഇത് പറയൂ, സോളാർ സെല്ലിൽ നടക്കുന്ന ഊർജ മാറ്റത്തിന് കാരണമായ പ്രതിഭാസം ഏത്? PSC ചോദ്യമാണ് ഇത്. UPSC ഒക്കെ ചോദിച്ചതാണ്. യെസ്, ഓപ്ഷൻ ബി ആണ്. ഫോട്ടോ വോൾട്ടൈക് പ്രഭാവം അല്ലെങ്കിൽ ഫോട്ടോ വോൾട്ടൈക് എഫക്റ്റ് ആണ് എന്ത്, നമ്മുടെ സോളാർ സെല്ലിലെ വരുന്ന പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടി. എന്നാ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതിന്റെ എന്ത് വരും, ഇതും UPSCന്റെ ചോദ്യമാണ്. ഡയോഡിന്റെ ധർമ്മം എന്ത്? റെക്ടിഫിക്കേഷൻ, ആംപ്ലിഫിക്കേഷൻ, സ്റ്റോറേജ് ഓഫ് ഇലക്ട്രിസിറ്റി, ഓസിലേഷൻ, ഏതാണ് വരിക? ഡയോഡിന്റെ വർക്കിംഗ്, യെസ്, റെക്ടിഫിക്കേഷൻ. യെസ്, ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ മറ്റ് അതിന് ബാക്കി ഓപ്ഷൻസ് കൂടി നമുക്ക് വേഗം ഓടിച്ചു പോവാം. ഇത് ഡയോഡ്. ഇനി വൈദ്യുതി സംഭരിച്ച് വെക്കലാരാ? സ്റ്റോറേജ്. നമുക്ക് ബാറ്ററി പറയാം, അല്ലെങ്കിൽ നമ്മൾ നോർമലി പറയാറുള്ള എന്താണ്, കപ്പാസിറ്റർ അല്ലേ? അപ്പൊ ഓപ്ഷൻ ബിന്റെ ആൻസർ കപ്പാസിറ്റർ ആണ് വരുന്നത്. യെസ്, ശരിയാണ്. യാ. ആംപ്ലിഫിക്കേഷൻ വരുന്നത് ഏതാണ്? ട്രാൻസിസ്റ്റർ ആണ് എന്ത് ആംപ്ലിഫിക്കേഷൻ വരുന്നത്. അതുപോലെ ഓസിലേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ഓസിലേഷന്റെ കിട്ടാൻ വേണ്ടി ടാങ്ക് സർക്യൂട്ട് ആയിട്ട് നമ്മൾ എന്ത് LC ടാങ്ക് സർക്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇൻഡക്ടറും കപ്പാസിറ്ററും തമ്മിലുള്ള ടാങ്ക് സർക്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ LR സർക്യൂട്ടൊക്കെ എന്താ പറയാ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഓസിലേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത്, അല്ലെങ്കിൽ ഒരു ഓസിലേറ്റർ ആണെങ്കിലും അതിൽ ട്രാൻസിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് അഡീഷണൽ ആയിട്ട് ടാങ്ക് സർക്യൂട്ട് ആയിട്ട് എന്ത് LC അതുപോലെ RC അതുപോലെ എന്താ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. RC ആണ്, LR അല്ല, RC. ഓക്കെ, റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പറയൂ, ഇൻ ഇലക്ട്രോണിക്സ് ദ ഡിവൈസ് യൂസ്ഡ് ടു കൺവേർട്ട് AC പവർ ടു DC പവർ ഈസ്? ഇത് സ്റ്റേഷൻ ഓഫ് യെസ്, ബി ആണ് വരുന്നത്. യെസ്, റെക്ടിഫയർ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് വരുന്ന കണ്ടോ. അടുത്തത് among the various transistor amplifier circuit which configuration can operate at a higher frequency? ഇത് നമ്മൾ ഡെപ്തിലേക്ക് വന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. പറയൂ, അതായത് ഇവിടെ നമുക്ക് ആംപ്ലിഫയർ ആയിട്ട് ട്രാൻസിസ്റ്റർ ആണ് യൂസ് ചെയ്യുന്നത് അറിയാം. ഇനി അതിൽ തന്നെ നമ്മൾ എന്ത് നോർമൽ ആയിട്ട് ആംപ്ലിഫയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് നോർമൽ ആംപ്ലിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണ്, ശരിക്കും വായിച്ചു നോക്കൂ. ഇവിടെ എന്താണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എവിടെയാണ്? അറ്റ് ഹയർ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഹയർ ഫ്രീക്വൻസിയിലാണ് നമ്മൾ എന്ത് ആംപ്ലിഫിക്കേഷൻ വേണ്ടതെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് കോൺഫിഗറേഷൻ ആണ്? അത് പ്രത്യേകം നോട്ട് ചെയ്യുക, കോമൺ ബേസ് കോൺഫിഗറേഷൻ ആണ്, മാറിപ്പോവരുത്. ഓക്കെ, അപ്പൊ ഹയർ ഫ്രീക്വൻസി ആംപ്ലിഫയറിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോമൺ ബേസ് ആംപ്ലിഫയർ കോൺഫിഗറേഷനും, അതേസമയം ബാക്കി എല്ലാ കേസിലും എന്താണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനുമാണ് യൂസ് ചെയ്യുന്നത്. മാറിപ്പോവരുത്. ഓക്കെ അല്ലേ? ഇതും സ്റ്റേഷൻ മാസ്റ്ററിന്റെ ചോദ്യം ആയിരുന്നു. അതൊക്കെ ഡിഗ്രി ലെവൽ എക്സാം ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ഇത് കഴിഞ്ഞ ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ ചോദ്യമായിരുന്നു, 2021 നമ്മൾ അതിന് തൊട്ടുമ്പത്തെ FPSന്റെ ചോദ്യം. A half wave rectifier produces 80 watts output power when an AC power of 200 watts is applied as input. What is the rectification efficiency? എഫിഷ്യൻസി ആണ് ചോദിച്ചത്, റെക്ടിഫിക്കേഷന്റെ എഫിഷ്യൻസി. പറയൂ, എന്ത് വരും? കറക്റ്റ് ചോദ്യമാണ്. ഓപ്ഷൻ ബി. എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ എഫിഷ്യൻസി, റെക്ടിഫിക്കേഷന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക?
എങ്ങനെ കണ്ടുപിടിക്കും? ആ നമുക്ക് ചെയ്ത് നോക്കാം. എഫിഷ്യൻസി ഇക്വേഷൻ എഴുതാൻ പറ്റും. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ പവറിന്റെ എഫിഷ്യൻസി ആണ് ചോദിച്ചത്. ജസ്റ്റ് എന്ത് കൊടുക്കുക? പി ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ പി പവർ ഇൻപുട്ട് അല്ലേ. ഇനി ഇവിടെ നോക്കാം, ഇവിടെ ഔട്ട്പുട്ട് പവർ എത്ര? അത് ഇൻറ്റു 100 ആട്ടോ, എഫിഷ്യൻസി അല്ലേ, അത് ഇൻറ്റു 100. ഇനി ഇവിടെ ഔട്ട്പുട്ട് പവർ എത്രയാണ് വന്നത്? ഇവിടെ ഹാഫ് വേവ് റെക്ടിഫയർ ആണ്, അതിന്റെ ഔട്ട്പുട്ട് എത്രയാണ് വന്നത്? 80 വാട്ട്സ് ആണ് അതല്ലേ. അപ്പൊ 80 ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ എത്ര? എ സി പവർ ഇൻപുട്ട് എത്രയാണ് വന്നത്? 200 200, അത് ഇൻറ്റു 100 ചെയ്യാം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്ത് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി കിട്ടുക. അത് എനിക്ക് സിമ്പിൾ ആയിട്ട് എന്ത് 2 വെട്ടി 2 വെട്ടി 80 2 വെട്ടിയാൽ 40, അതായത് 40% ആണ് ഇതിന്റെ എഫിഷ്യൻസി. ഓക്കെ അല്ലേ? അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് എഫിഷ്യൻസി ആണ്, ഏതിന്റെ എഫിഷ്യൻസി ആണെങ്കിൽ നമുക്കറിയാം എന്താ, ഔട്ട്പുട്ട് ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഇപ്പൊ വോൾട്ടേജിന്റെ എഫിഷ്യൻസി ആണെങ്കിൽ എന്താ, വി ഔട്ട് ബൈ വി ഇൻ ഡിവൈഡ് ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടും? വോൾട്ടേജിന്റെ എഫിഷ്യൻസി കിട്ടും. കറന്റ് ആണെങ്കിൽ ഇതേപോലെ ഐ ഔട്ട് ബൈ ഐ ഇൻ ഇൻറ്റു 100. ഇവിടെ പവർ ആണ് ചോദിച്ചത്, അതുകൊണ്ട് റെക്ടിഫയർ ആവട്ടെ എന്താവട്ടെ, അതിന്റെ എഫിഷ്യൻസി പറഞ്ഞാൽ എന്താണ്? പി ഔട്ട് ഡിവൈഡ് ബൈ പി ഇൻ ഇൻറ്റു 100. ഇനി മാറിപ്പോലല്ലോ. അതിന് ഇത് വെച്ച് ഇനി ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന് ആൻസർ ഇനി ചെയ്യാൻ കഴിയണം. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് ഹാഫ് വേവ് റെക്ടിഫയർ അല്ലേ? ഹാഫ് വേവ് റെക്ടിഫയർ ആണ്, അതിന്റെ എഫിഷ്യൻസി എത്ര വന്നത്? 40% ആണ്. അങ്ങനെയെങ്കിൽ ഒരു ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ എന്ത് വരും? നിങ്ങൾ ഗസ് ചെയ്യൂ. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ അതിന്റെ എഫിഷ്യൻസി കൂടുതലാണോ കുറവാണോ വരിക? നിങ്ങൾ ഡയറക്റ്റ് ചോദ്യം ചോദിക്കുകയാണ്, ഫുൾ വേവ് റെക്ടിഫയറിന്റെ റെക്ടിഫിക്കേഷൻ എഫിഷ്യൻസി എത്ര ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ ചെയ്തു? യെസ്, 80 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് അതിന്റെ പേര്. അതായത് ഇതിന്റെ ഇൻപുട്ടിന്റെ, അതായത് നമ്മുടെ ആദ്യം പറഞ്ഞതും അമിത പറഞ്ഞതും കറക്റ്റ് ആണ്. എന്താണ്, ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഡബിൾ ആയിട്ടാണ് നമുക്ക് എന്താ ഒരു ഫുൾ വേവ് റെക്ടിഫയറിന്റെ എഫിഷ്യൻസി വരുന്നത്. അതായത് ഏകദേശം 80% ആണ് എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, കറക്റ്റ് വാല്യൂ 80 അല്ല, 81 എന്നൊക്കെ വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഹാഫ് വേവ് ആണെങ്കിൽ 40.8 എന്നൊക്കെ പറഞ്ഞ വാല്യൂ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഹാഫ് വേവിന്റെ ഡബിൾ എഫിഷ്യൻസി ആണ് ആർക്കുള്ളത്? അത് ഏറ്റവും ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള ആരെയാണ്? നമ്മുടെ ഫുൾ വേവ് തന്നെയാണ്. ഇനി ചോദ്യം, നമ്മൾ ഫുൾ വേവ് തന്നെ 2 റെക്ടിഫയർ പഠിച്ചിരുന്നു. ഒന്ന് സെൻട്രൽ ടാപ്പ് റെക്ടിഫയർ പഠിച്ചിരുന്നു, അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ പഠിച്ചിരുന്നു. ഇതിന് രണ്ടിന്റെ എഫിഷ്യൻസി എന്ത് വരും? സെയിം ആണോ ഡിഫറെന്റ് ആണോ? പറയൂ. യെസ്, രണ്ടിന്റെ എഫിഷ്യൻസി നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. എന്താണ്, 80% ആണ് വരുന്നത്. ഓക്കെ, വ്യത്യാസമൊന്നുമില്ല, കറക്റ്റ് ആണ്. അടുത്ത് പറയൂ. The self-destruction of an unstabilized transistor by thermal runaway is caused by. ഇത് പക്ഷേ ഇത് നമ്മൾ ഡെപ്തിൽ ചോദിച്ചതാണ്. ഇത് നിങ്ങൾക്ക് അതിന്റെ ഡയറക്റ്റ് പോയിന്റ് മാത്രം അറിഞ്ഞു വെച്ചാൽ മതിയാവും. The self-destruction of an unstabilized transistor by thermal runaway. അതായത് ട്രാൻസിസ്റ്റർ എന്താ പറയാ, മൊത്തത്തിൽ അടിച്ചു പോവുക, കത്തിപ്പോവുക. ഏത് സമയത്ത്? അതായത് ഐ സി കൂടിയാൽ, ഐ സി വളരെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഈ ഐ സി നമുക്ക് ഇവിടെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഐ സി കറന്റ് കൂടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ ഡാമേജ് ആവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇത് ബാക്കി ഒരുപാട് എക്സ്പ്ലനേഷൻ വരുന്നുണ്ട്, അതിന്റെ ബാക്കി അതിന്റെ പ്രിൻസിപ്പിളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അതൊന്നും അത്ര ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം ആലോചിക്കുക. അതായത് ടെമ്പറേച്ചർ കൂടുമ്പം ഇവിടെ ഹൈലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? കളക്ടർ കറന്റിനെ ഇത് നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഐ സി വളരെയധികം കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ട്രാൻസിസ്റ്റർ എന്ത് ചെയ്യും, അത് ഡിസ്ട്രക്ട് ചെയ്ത് പോവുക, അല്ലെങ്കിൽ അത് അടിച്ചു പോവും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇവിടെ എന്താണ്, കളക്ടർ കറന്റ് ആണ് ഇവിടെ ആലോചിക്കേണ്ടത്. കളക്ടർ കറന്റിനെയാണ് എന്ത് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സെൽഫ് ഡിസ്ട്രക്ഷൻ ഓഫ് അൺസ്റ്റെബിലൈസ്ഡ് ട്രാൻസിസ്റ്റർ ഈസ് ഡിപ്പെൻഡ് ഓൺ കളക്ടർ കറന്റ്, അല്ലെങ്കിൽ ഐസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആറാമത്തെ എന്ത് വരും? സിമ്പിൾ ചോദ്യമാണ്. ഓസിലേറ്റർ ഇൻ ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ഈസ്. ഓസിലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എനർജി കൺവേർഷൻ ആണോ, എനർജി പ്രൊഡക്ഷൻ ആണോ, എനർജി ഡിസ്ട്രക്ഷൻ ആണോ, അതോ നോ എഫക്റ്റ് ആണോ?
എന്തായാലും നോ എഫക്റ്റ് അതല്ല അറിയാം. അടുത്തത് എനർജി പ്രൊഡക്ഷൻ ആണോ ഓസിലേറ്റർ കൊണ്ട്? ആണോ? യെസ്, അതിൽ പറഞ്ഞ കറക്റ്റ് ആണ്. എനർജി, യെസ്, എനർജി കൺവേർഷൻ ആണ്. അല്ലേ? ആണ്. അതായത് നമ്മളവിടെ പഠിക്കുന്നുണ്ട് ഒരു ഓസിലേറ്റർ ഇപ്പൊ ഒരു LC ഓസിലേറ്റർ ആണെങ്കിൽ അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്താ, അവിടെ കപ്പാസിറ്ററും അതുപോലെ ഇൻഡക്ടറും തമ്മിലാണ് എന്ത് ടാങ്ക് സർക്യൂട്ട് ഫോം ചെയ്യുന്നത്. അതായത് ആദ്യം കപ്പാസിറ്റർ ചാർജ് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെ അത് ഡിസ്ചാർജ് ചെയ്യുന്ന ഏതിലൂടെ ആയിരിക്കും? നമ്മുടെ ഇൻഡക്ടറിലൂടെ ആയിരിക്കും. ഈ ഇൻഡക്ടറിലൂടെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇൻഡക്ടറിലൂടെ എന്ത് എനർജിയാണ് സ്റ്റോർ ചെയ്യുന്നത്? മാഗ്നറ്റിക് എനർജിയാണ് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും എനർജി ഫുൾ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കപ്പാസിറ്ററിനെ ഇത് വീണ്ടും ചാർജ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ എന്താണ് ഒരു ഓസിലേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നടക്കുന്ന എന്താ, ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? മാഗ്നറ്റിക് എനർജി കൺവേർട്ട് ചെയ്യും. ഈ മാഗ്നറ്റിക് എനർജി പിന്നെ വീണ്ടും എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഇലക്ട്രിക് എനർജി. അപ്പൊ ഇങ്ങനെ ഒരു ഓസിലേഷൻ ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ആലോചിക്കാം. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത് പറയൂ. ഇത് പിന്നെ ഞാൻ എന്താ പറയാ, നമ്മുടെ ഈ ലേറ്റസ്റ്റ് സിലബസ് ഇത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് ഇലക്ട്രോണിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചതാണ്. എന്തായാലും ജസ്റ്റ് ഇതിന്റെ ആൻസർ മാത്രം പറയാം. ഇതെന്താണ്? ഐഡന്റിഫൈ ദ മൾട്ടി വൈബ്രേറ്റർ വിച്ച് ജനറേറ്റ് സ്ക്വയർ വേവ് ഓഫ് ഇറ്റ് സൗണ്ട്. അതായത് ഒരു സ്ക്വയർ വേവ് ഔട്ട്പുട്ട് കിട്ടുന്ന മൾട്ടി വൈബ്രേറ്റർ ഏതാണ്? സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണോ, അതോ ബൈസ്റ്റേബിൾ ആണോ, മോണോസ്റ്റേബിൾ ആണോ? അതായത് ഇതിന്റെ ആൻസർ നിങ്ങൾ ഡയറക്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല, കാരണം സിലബസിൽ ഇത് പറഞ്ഞിട്ടില്ല. ഓക്കെ, സ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണെന്ത് നമുക്ക് ഔട്ട്പുട്ട് സ്ക്വയർ വേവ് കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അത് ഈ ചോദ്യം ഇതിൽ വന്നുകൊണ്ട് ഇലക്ട്രോണിക്സിന്റെ ഭാഗത്ത് നിന്ന് ആയതുകൊണ്ട് ഒന്ന് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. എങ്കിൽ അടുത്ത് പറയൂ. ആൻ ഇലക്ട്രിക്കൽ ഡിവൈസ് ദാറ്റ് കൺവേർട്സ് ദ എനർജി ഓഫ് ലൈറ്റ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിസിറ്റി. കണ്ടോ ചോദ്യം? കണ്ടോ? ഇപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്ത് വന്ന കണ്ടോ? പറയൂ. ഇലക്ട്രിക്കൽ എന്താ ലൈറ്റ് എനർജിനെ ഇലക്ട്രിക്കൽ എനർജിക്ക് മാറ്റുന്നത്? ഏതാണ്? ഫോട്ടോ ഡിറ്റക്ടർ ആണോ, ലേസർ ആണോ, ഫോട്ടോ വോൾട്ടൈക് സെൽ ആണോ, മേസർ ആണോ? പറയൂ. യെസ്, എന്താണ്? ഫോട്ടോ വോൾട്ടൈക് സെൽ. അതായത് ഫോട്ടോ വോൾട്ടൈക് സെൽ എന്താ സംഭവം? നമ്മുടെ സോളാർ സെല്ലല്ലേ? സോളാർ സെല്ലാണ്. ഓക്കെ, പിന്നെ ഈ സോളാർ സെല്ലിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിന്റെ വർക്കിംഗ് അത്ര ഡെപ്തിൽ പഠിക്കാല്ലേ, ഈ പ്രിൻസിപ്പിൾ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ ഒരു കാര്യമുള്ളത് ഇവിടെ നോട്ട് ചെയ്യേണ്ടത്, ഈ സോളാർ സെല്ലിന് നമുക്ക് എന്ത് കൊടുക്കണ്ട? ബയാസിംഗ് ഒന്നും കൊടുക്കണ്ട. നമ്മൾ നേരത്തെ പഠിച്ചൊക്കെ എന്താ, അതായത് ഒന്നെങ്കിൽ അത് റിവേഴ്സ് ബയാസിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ ഫോർവേഡ് ബയാസിംഗ് ആവണം. അതായത് ജനറിനെ സംബന്ധിച്ചൊക്കെ എന്താണ്, ജനറൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന എന്താണ്? റിവേഴ്സ് ബയാസിംഗ് ആണ്. ഓക്കെ, റിവേഴ്സ് ബയാസിംഗ് ആണ്. അതേപോലെ എന്താ പറയാ, നോർമൽ ഒരു ഡയോഡിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? അവിടെ ഫോർവേഡ് ബയാസിംഗ് ആണ്, അല്ലേ? അതിപ്പോ റെക്ടിഫയർ ആണെങ്കിലൊക്കെ നമ്മൾ അവിടെ ഫോർവേഡ് ബയാസിംഗ് ആ കാര്യങ്ങളൊക്കെ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി സോളാർ സെല്ലാണെങ്കിൽ അതിനെന്ത് വേണ്ട? അവിടെ ബയാസിങ് വേണ്ട. പ്രത്യേകം നോട്ട് ചെയ്യുക, അതിന് അൺബയാസ്ഡ് ആണ്. ഓക്കെ, ബയാസിങ് അതിന് കൊടുക്കണ്ട, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ എന്ന് കൊടുക്കണ്ട. വേണ്ടല്ലോ. നിങ്ങൾ ആലോചിക്കുക, നമ്മളൊരു സോളാർ പാനൽ നോക്കുമ്പോൾ സോളാർ പാനൽ പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ബാറ്ററി അതിൽ കണക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. അതിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് സൺലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ജംഗ്ഷനിൽ നമുക്ക് എന്ത് കിട്ടും? കോമ്പിനേഷൻ, ഇലക്ട്രോണും അതുപോലെ ഹോൾസും തമ്മിൽ എന്ത് റീകോമ്പൈൻ ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? അവിടെ എനർജി കിട്ടണം ചെയ്യുക, അല്ലെങ്കിൽ അവിടെ കണ്ടക്ഷൻ ഉണ്ടാവുന്നുണ്ട് എന്താണെങ്കിലും. ഓക്കെ, ജസ്റ്റ് എന്തായാലും ആ ഒരു കാര്യം അറിയിച്ചാൽ മതി. ഇവിടെ എന്താണ്? ഫോട്ടോ വോൾട്ടൈക് സെല്ലിൽ അല്ലെങ്കിൽ സോളാർ സെല്ലിൽ അവിടെ ബയാസിങ് ഇല്ല. ഇനി ഇവിടെ നോക്കാം, ഫോട്ടോ ഡിറ്റക്ടർ എന്താ? ഫോട്ടോ ഡിറ്റക്ടർ ആണെങ്കിലും അവിടെ നടക്കുന്ന എന്ത് തന്നെയാണ്? ഇവിടെ നോക്കുക, ഇതാണ് ഫോട്ടോ ഡിറ്റക്ടർ. അതായത് ലൈറ്റ് ഇവിടെ വന്ന് തട്ടുമ്പോൾ ഇതിൽ നിന്ന് എന്ത് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് എന്തായിട്ട് കണക്ട് ചെയ്യണം? ഒരു ബാറ്ററി കണക്ട് ചെയ്യണം. അതെങ്ങനെ ആയിരിക്കണം? അത് റിവേഴ്സ് ബയാസിലായിരിക്കണം. ഓക്കെ, അതായത് ഇങ്ങനെ കണക്ട് ചെയ്താലേ ഇത് എന്ത് ചെയ്യുള്ളൂ? ഈ ഫോട്ടോ ഡിറ്റക്ടർ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് ഇവിടെ പ്രത്യേകം നോക്കുക, ഫോട്ടോ ഡിറ്റക്ടർ ആണെങ്കിലും ഇതെന്തിനെ കൺവേർട്ട് ചെയ്യുന്ന എന്താണ്? ലൈറ്റ് എനർജിനെ നമുക്ക് ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ഇൻപുട്ടിൽ എന്ത് കൊടുക്കണം? ഒരു ബാറ്ററി കണക്ട് ചെയ്യണം. അതെങ്ങനെ ആയിരിക്കണം? അത് റിവേഴ്സ് ബയാസിലായിരിക്കണം. അതാണ് ഫോട്ടോ ഡിറ്റക്ടറും ഫോട്ടോ വോൾട്ടൈക് സെല്ലും തമ്മിൽ വ്യത്യാസം. എന്താണ്? ഫോട്ടോ വോൾട്ടൈക് സെല്ലിൽ നമുക്ക് എന്ത് വേണ്ട? ഒരു എക്സ്റ്റേണൽ ബാറ്ററിയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ബയാസിങ് ആവശ്യമില്ല. ഓക്കെ, ഇത് പറയൂ. ഇതിപ്പോ ഈ അടുത്ത് നടന്ന ഏകദേശം 2 ദിവസം മുമ്പ് നടന്ന ഒരു എക്സാമിൽ വന്നതാണ്. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ടു ഡയറക്ട് കറന്റ് ഈസ്. പറയൂ. റെക്ടിഫിക്കേഷൻ ആണോ, ആംപ്ലിഫിക്കേഷൻ ആണോ, ഫിൽറ്ററിംഗ്? യെസ്, ഓപ്ഷൻ എ ഉണ്ടോ, റെക്ടിഫിക്കേഷൻ.
അടുത്തത്, വിച്ച് among the following is used as a voltage regulator? നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആൻസർ ചെയ്യാം. പി എൻ ജംഗ്ഷൻ ഡയോഡ് ആണോ, LED ആണോ, സോളാർ സെൽ ആണോ, ജന ഡയോഡ് ആണോ? ഏതാണ്? ഓപ്ഷൻ ഡി. കണ്ടോ? ഇപ്പൊ നിങ്ങൾക്കൊരു ഇപ്പൊ നമ്മൾ നോക്കുക, നമ്മൾ ഏകദേശം 20ന്റെ അപ്പുറം നമ്മളെന്ത് MCQ അല്ലെങ്കിൽ PYQ ഡിസ്കസ് ചെയ്തു. അതിൽ മനസ്സിലായ കാര്യം എന്താ? മെജോറിറ്റി എന്താണ്? ബേസിക് ലെവലാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഓക്കെ, അതേപോലെ ഇനി പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. പ്രോബ്ലംസ് വന്നാൽ പോലും അതൊക്കെ എന്താണ്? ബേസിക് ഇക്വേഷൻ വെച്ചിട്ടാണ് പ്രോബ്ലംസ് വന്നിട്ടുള്ളത്. കാരണം എന്താ? നമുക്ക് BSc ആണല്ലോ, അല്ലാണ്ട് നെറ്റോ നീറ്റ് എക്സാം ഒന്നല്ലല്ലോ, അല്ലെങ്കിൽ JEE എക്സാം ഒന്നല്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിമ്പിൾ പ്രോബ്ലംസ് എന്ത് ഇതിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇതിൽ നിന്ന് വന്ന PYQs. അപ്പൊ ഞാൻ കുറച്ച് ഒരു എന്താ പറയാ MCQ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ നെറ്റ് അല്ല നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങളാട്ടോ. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം കഴിഞ്ഞ അല്ലെങ്കിൽ എന്താ പറയാ കഴിഞ്ഞ വർഷം നടന്ന നീറ്റ് എക്സാമിന് ചോദ്യങ്ങളാണ്. അവ നോക്കാം. അതിൽ തന്നെ വലിയ ഹൈ ലെവൽ ചോദ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് എക്സാമിന് ചാൻസ് ഉള്ളതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറയൂ, ഇതിന് ആൻസർ എന്ത് വരും? ദ ഔട്ട്പുട്ട് y ഓഫ് ദ ഗിവൺ ലോജിക് ഇംപ്ലിമെന്റേഷൻ ഈസ് സിമിലർ ടു ദ ഔട്ട്പുട്ട് ഓഫ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് ഏതാണ് വരിക? ഓർ ഗേറ്റ് ആണോ, നോർ ഗേറ്റ് ആണോ, ആൻഡ് ആണോ, നാൻഡ് ആണോ? എന്ത് വരും? പറയൂ. എങ്ങനെ ചെയ്യാം? നമുക്കിതിന് വാല്യൂസ് ഇട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, ആദ്യം ഞാൻ എന്ത് ചെയ്യാണ്? 0 0 കൊടുക്കുകയാണ്. എക്ക് 0 ബിക്ക് 0 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും ഔട്ട്പുട്ട്? ഈ കേസിൽ ഇവിടെ എന്ത് വരും? രണ്ടും 0 ആകുമ്പോൾ ഇത് എന്താണ്? നോറല്ലേ? നോറിലേക്ക് ഒരു ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ 1 വരും. ഓക്കെ, അതേപോലെ ഈ രണ്ടാമത്തെ കേസിലാണെങ്കിൽ ഇവിടെ എന്താണ്? ഇത് 0 ഇൻറ്റു രണ്ടും 0 അല്ലേ? രണ്ടും 0 ആകുമ്പോൾ ഔട്ട്പുട്ട് 0 വരും. 0യും സോറി ഔട്ട്പുട്ട് 1 വരും. 2 1 വന്നാൽ ഔട്ട്പുട്ട് എന്താണ്? 1 ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ് ഞാൻ എന്ത് ചെയ്യാണ്? അപ്പൊ 0 0 കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ എന്താണ്? 0 0 കൊടുത്തപ്പോൾ എനിക്ക് 1 കിട്ടി. ഇനി ഞാൻ എന്താ പറയാ ഒന്നിന് 1ഉം രണ്ടാമത്തേന് ബിക്ക് 0യും കൊടുക്കുകയാണ്. അപ്പൊ എന്ത് വരും? ഈ ടെർമിനൽ എന്താണ് വരിക? ഇവിടെ പറയൂ. ഇവിടെ 1 പ്ലസ് 0 ആണ് 1. ഔട്ട്പുട്ട് എന്ത്? ഇവിടെ 0 വരും. ഇനി ഇത് പിന്നെ എന്താ പറയാ, ഇത് നമുക്കിത് എന്താ ഔട്ട്പുട്ട്? ഇത് ആൻഡ് അല്ലേ? ആൻഡിൽ ഏതെങ്കിലും ഒന്ന് 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് തന്നെയാണ് വരിക? 0 ആണ് വരിക. അപ്പൊ നമുക്ക് കിട്ടി 1 0 ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, അപ്പൊ ഇനി 0 1 ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. അത് തന്നെ വരും 0 1 ആണെങ്കിൽ. 0 1 ആണെങ്കിൽ യെസ്, അത് 0 വരും. ഇനി 2 1 1 കൊടുത്താലോ? 2 1 1 കൊടുത്തു നോക്കൂ. 2 1 1 കൊടുക്കുക. അപ്പൊ എന്ത് വരും? ഞാൻ രണ്ടിനും എക്കും ബിക്കും 1 കൊടുത്തു. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് 1 പ്ലസ് 1 1. ഔട്ട്പുട്ട് ഇവിടെ 0 വരും. 0 കൊടുന്നു കഴിഞ്ഞാൽ സ്വാഭാവിക ഔട്ട്പുട്ട് എന്ത് വരും? 0 വരും. ഇത് ഏതിന്റെ ട്രൂത്ത് ടേബിളാ ഇങ്ങനെ വന്നത്? ഇത് ഏതിന്റെ ട്രൂത്ത് ടേബിൾ ആണ്? പറയൂ, ഏതാണ്? ഇത് നമ്മുടെ ഓറിന്റെ റിവേഴ്സ് അല്ലേ? അല്ലേ? അത് രണ്ടും കൂട്ടുമ്പോൾ ഓറാണെങ്കിൽ രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് എന്താ വരേണ്ടിയിരുന്നത്? 0 ആണ്. 0. യെസ്, മീത പറഞ്ഞ കറക്റ്റ് ആണ്. നോർ ഗേറ്റ് ആണ് ഇതിന്റെ ഔട്ട്പുട്ട്. കണ്ടോ? നോർ ഗേറ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒന്നും അറിയില്ലെങ്കിൽ ഡയറക്റ്റ് ഇപ്പൊ ഈ പറഞ്ഞ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ചെയ്യാം. ഒന്ന് സ്പീഡപ്പ് ആക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഏത് ചെയ്ത് നോക്കൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. വാല്യൂസ് പോലും കൊടുക്കണ്ട, ഡയറക്റ്റ് കിട്ടും. ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? നിങ്ങൾക്ക് ആദ്യം ഒരു കാര്യം അറിഞ്ഞാൽ മതി. ഒരു സിംഗിൾ ഇൻപുട്ട്. ഇത് എന്താണ്? ഇത് നാൻഡ് ആണ്, ഇത് നോർ ആണ്. സിംഗിൾ ഇൻപുട്ട് ആണ്. സിംഗിൾ ഇൻപുട്ട് ആണെങ്കിൽ എന്തുപോലെ ആക്ട് ചെയ്യും? നോറ് പോലെ ആക്ട് ചെയ്യില്ലേ? നോറ് പോലെ ആക്ട് ചെയ്യും. അപ്പൊ എന്ത് വരും? പറയൂ. ഏതാണ് വരിക? അതായത് നോക്കാം. ഇപ്പൊ ഇവിടെ എ അല്ലേ? എ ആണെങ്കിൽ ഇവിടെ എന്താ വരിക? ഇതിന്റെ ഔട്ട്പുട്ട് ഇവിടെ എ ബാർ ആണ് വരിക. ഓക്കെ, ഇത് ബി ആണെങ്കിൽ ഇവിടെ ബി ബാർ ആണ് വരിക. ഓക്കെ, ഇനി എ ബാറും ബി ബാറും എങ്ങോട്ടോ കണക്ട് ചെയ്തിട്ടുള്ളത്? നോറിലേക്കാണ്. അത് നമുക്കറിയാം എന്താണ്? ഇവ തമ്മിൽ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? അതിനെ കോംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് ഡിമോർഗൻസ് തിയറം പ്രകാരം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ബാർ
എ ഡബിൾ ബാർ, ഇവിടെ പ്ലസ് ഉള്ളത് ഇവിടെ ഇൻറ്റു ആവും, പിന്നെ ബി ഡബിൾ ബാർ. അപ്പൊ എ ഡബിൾ ബാർ എന്താണ്? എ ആണ്. അതുപോലെ ബി ഡബിൾ ബാർ എന്താണ്? ബി ആണ്. അപ്പൊ നമുക്ക് ആൻസർ എന്താ കിട്ടി? എ ഡോട്ട് ബി എന്ന് കിട്ടി. എ ഡോട്ട് ബി എന്താ? ആൻഡ് ഗേറ്റ്. യെസ്, കണ്ടോ, കറക്റ്റ് ആണ്. നിങ്ങൾക്ക് വാല്യൂസ് വെച്ചും ചെയ്യാട്ടോ. വാല്യൂസ് വെച്ച് ചെയ്യാനായി നമുക്ക് നോക്കാം. സിമ്പിൾ ആയിട്ട് ഇപ്പൊ ആൻഡ് ഗേറ്റ് ആണെങ്കിൽ ആൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും വണ്ണ് വന്നാലേ ഔട്ട്പുട്ട് വണ്ണ് കിട്ടുള്ളൂ. നോക്കാം, എക്കും ബിക്കും ഞാൻ വണ്ണ് കൊടുത്തു. വണ്ണ് കൊടുക്കുമ്പോൾ ഇവിടെ 0 വരും, ഇവിടെ 0 വരും. രണ്ട് ഇൻപുട്ട് 0 വന്നാൽ നോറിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? 1 ആണ്. ഇനി ഞാൻ ഇവിടെ 0 കൊടുത്തു, ഇവിടെയും 0 കൊടുത്തു. അപ്പൊ എന്ത് വരും? 0യും 0യും കൊടുത്താൽ ഇവിടെ 1, ഇവിടെ 1, രണ്ട് 1 വന്നാൽ ഔട്ട്പുട്ട് എന്ത് വരും? ഇവിടെ 0 ആണ് വരിക. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? 0 1 കൊടുത്തു നോക്കാം. അപ്പൊ എന്തായാലും അങ്ങനെ കമ്പയർ ചെയ്ത് കണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസറിലെ കഥ ഞാൻ ഈ ഡീറ്റെയിൽ ആയി പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്നതുകൊണ്ട്. ഓക്കെ, അടുത്തത് ഇതിന് ആൻസർ വേഗം പറയൂ. എ സോളാർ സെൽ ഈസ് എ, ഓപ്ഷൻ എ ആണോ ഫോർവേഡ് ബയാസ്ഡ് ജനർ ഡയോഡ് ആണോ? ബി ടൈപ്പ് ഓഫ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED ആണോ? ഓപ്ഷൻ സി ഡയോഡ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫോട്ടോവോൾട്ടൈക് എഫക്ട്. ഓപ്ഷൻ ഡി ടൈപ്പ് ഓഫ് ഫോട്ടോ ഡയോഡ് വിത്ത് എക്സ്റ്റേണൽ ബയാസിംഗ്. യെസ്, കറക്റ്റ് ആണ്. ഓപ്ഷൻ സി അല്ലേ? അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കിട്ടും. യെസ് യെസ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ബാക്കി ഓരോ ഓപ്ഷൻസും പറയൂ. എന്റെ ആൻസർ എന്താ വരിക? ഫോർവേഡ് ബയാസ്ഡ് ജനർ ഡയോഡ് എന്തുപോലെ ആക്ട് ചെയ്യുന്ന പറഞ്ഞത്? ഡയോഡ് പോലെ ആക്ട് ചെയ്യും. അടുത്തത് LED അവിടെ നിൽക്കട്ടെ. LED ആ എനർജി കൺവേർഷൻ നോക്കാം. LED എന്താ നടക്കുന്നത്? എനർജി കൺവേർഷൻ നടക്കുന്നത് എന്താ? ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറാണ്? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? LED സിമ്പിൾ എന്താണ് വരിക? ജസ്റ്റ് ഡയോഡ് തന്നെ നമ്മൾ എന്ത് ഇങ്ങനെ കൊടുക്കുക, പുറത്തേക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ലൈറ്റ് പോകുന്ന തരത്തിൽ ആണെന്ത് LED കൊടുക്കുക. അതേസമയം ഫോട്ടോ ഡയോഡ് ആണെങ്കിൽ അതിന്റെ സിമ്പിള് ജസ്റ്റ് എന്ത് ചെയ്യുക, ഫോട്ടോ ഡയോഡ് ആണ് എന്താ? ഫോട്ടോ ആണ് ലൈറ്റ് ആണല്ലോ, ലൈറ്റ് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് എന്ത് കറണ്ട് കിട്ടുക. ഓക്കെ, അപ്പൊ ഇതാണ് ഫോട്ടോ ഡയോഡ്. ഇനി ഇവിടെ നോക്കാം, ഈ ഓപ്ഷൻ ഡി എന്താ പറയുന്നത്? ഫോട്ടോ ഡയോഡ്. ഓക്കെ, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, എക്സ്റ്റേണൽ ബയാസിംഗ് കൊടുക്കും. പക്ഷെ ഇവിടെ എന്തായിരിക്കും? ഫോട്ടോ ഡയോഡിൽ റിവേഴ്സ് ബയാസ് ആയിരിക്കും കൊടുക്കുക. പിന്നെ സോളാർ സെല്ലിൽ എന്ത് കൊടുക്കില്ല? ബയാസിംഗ് എന്താണ്? ഇവിടെ അൺബയാസിംഗ് ആണ് വരുന്നത്, ബയാസിംഗ് ഒന്നും ഇല്ല. അടുത്തത് പറയൂ, വിച്ച് ഇൻപുട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് ചോദ്യം. ഇത് നിങ്ങൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അതിന്റെ ആൻസർ കിട്ടും. ആദ്യം നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഇട്ട് നോക്കാം. എക്ക് 1 കൊടുക്കുക, അതുപോലെ ബിക്ക് 1 കൊടുക്കുക. ഔട്ട്പുട്ട് 1 കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കാം, രണ്ട് 1 കൊടുക്കുക. അപ്പൊ ഇവിടെ എന്ത് വരും? ഇവിടെ 1. ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? ഇതിന്റെ ഔട്ട്പുട്ട് രണ്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് വരും? 1 × 1 1. ഇവിടെ ഔട്ട്പുട്ട് 0 വരും, ഇവിടെ 0 വരും. ഓക്കെ, ഇവിടെ 0 വന്നാൽ 0യും 1 വന്നാൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്താണ് വരിക? 1 × 0 0, ഔട്ട്പുട്ട് ഇവിടെ 1 വരും. ഓക്കെ, അതേപോലെ ഇവിടെ ആണെങ്കിലും എന്ത് വരിക? ഇവിടെയും ഔട്ട്പുട്ട് 1 ആണ് വരിക. രണ്ട് 1 വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഇതെന്താണ്? നാൻഡ് അല്ലേ? നാൻഡിന്റെ ഔട്ട്പുട്ട് എന്താണ്? രണ്ടും 1 വന്നാൽ നാൻഡിന്റെ ഔട്ട്പുട്ട് എന്താണ്? 0 ആണ് വരിക അല്ലേ? അപ്പൊ നമ്മുടെ ഓപ്ഷൻ എ ശരിയാണോ? ഇത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി ഇട്ട് നോക്കൂ. ബി ഇട്ട് നോക്കാം. എക്ക് 0 കൊടുക്കുക, ബിക്ക് 1 കൊടുക്കുക. എക്ക് 0 കൊടുക്കുമ്പം ഇവിടെ 0, ഇവിടെ എന്ത് വരും? 0യും 1 അവിടെ വന്നാൽ 0, ഇവിടെ ഔട്ട്പുട്ട് ഇവിടെ 1 വരും. സോ 1 × 0 0, ഇവിടെ ഔട്ട്പുട്ട് 1 വരും. ഇനി ഈ കേസിലാണെങ്കിൽ എന്ത് വരും? ഇവിടെ നോക്കാം, ഇവിടെ ബി 1 ആണ്. 1 1 വന്നാൽ ഇവിടെ 0 വന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇനി 1ഉം 0യും നമ്മുടെ നാൻഡിന്റെ ഇൻപുട്ടിൽ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താ വരിക? 1 × 0 0, 0ന്റെ കോംപ്ലിമെന്റ് 1 ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ? കിട്ടിയില്ലേ? എ = 0, ബി = 1 ആൻഡ് അതിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? y = 1. അപ്പൊ നിങ്ങൾക്ക് ഈ മോഡലൊക്കെ എന്താ പറയുക, എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇത് കിട്ടിയില്ലേ? അടുത്ത ചോദ്യം ചെയ്യല്ലേ? ഓക്കെ, ഇതിന്റെ ആൻസർ വേഗം പറയൂ. യെസ്, Zener diode works in forward bias only, in reverse bias only, as a voltage regulator in forward bias, and as a simple PN junction diode in reverse bias. As a voltage regulator in reverse bias and as a simple PN junction diode in forward bias. വേഗം കമന്റ് ചെയ്യൂ. യെസ്, ഓപ്ഷൻ ഡി ആണ്. യെസ് യെസ്,
ഇനിയിപ്പോ നിങ്ങളുടെ അഥവാ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇവിടെ ഓൺലി ഒന്നും ഇല്ലാണ്ട് വർക്കിംഗ് ഇൻ ഫോർവേഡ് ബയാസിങ് അതുപോലെ റിവേഴ്സ് ബയാസിങ് തന്നാൽ ഈ ഓപ്ഷനൊക്കെ കറക്റ്റ് തന്നെയാട്ടോ. ഇല്ല ശരിയാണല്ലോ. നമുക്കറിയാം ഫോർവേഡ് ബയാസിങ് ആണെങ്കിൽ അത് ഡയോഡ് പോലെ ആക്ട് ചെയ്യും. റിവേഴ്സ് ബയാസിങ് ആണെങ്കിലാണ് നമ്മൾ അതിന്റെ നേരത്തെ പറഞ്ഞ വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഇവിടെ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, ഇതൊക്കെ ഇത് നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ദ ഐ വി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിലോ ആർ, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നത് ഏതിന്റെ ഐ വി ക്യാരക്ടറിസ്റ്റിക് ആണ്? LED ആണോ, ജനഡയോഡിന്റെ ആണോ, ഫോട്ടോ ഡയോഡിന്റെ ആണോ, സോളാർ സെല്ലിന്റെ ആണോ? ജസ്റ്റ് ഇതൊന്ന് ഓർത്ത് വെക്കുക. അതായത് ഈ തന്നിരിക്കുന്നത് എന്താണ്? ഒരു സോളാർ സെല്ലിൻ്റെതാണ്. ഓക്കെ, സോളാർ സെല്ലിന്റെ ഐ വി ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഇനിയിപ്പോ ജനഡയോഡ് ആണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അതെന്താണ് റിവേഴ്സിലല്ല വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വന്ന് ഒരു ചെറിയ മൈനോറിറ്റി കറണ്ട് ഉണ്ടാവും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? ജനറൽ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പീക്ക് കറണ്ട് കിട്ടും അല്ലേ? അതായത് VZ എത്തിക്കഴിഞ്ഞാൽ അതാണ് ജനറൽ വോൾട്ടേജ്. VZ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത്, പിന്നെ വോൾട്ടേജ് എന്ത് എത്ര കൂട്ടി കഴിഞ്ഞാലും അവിടെ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും വരില്ല. അതിങ്ങനെ എന്ത് സ്റ്റേബിൾ ആയി നിൽക്കും. നമുക്ക് കറണ്ട് എത്രയും കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ ജനറൽ ഡയോഡിന്റെ ഗ്രാഫ് നോർമലി വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽ ഹാസ് സ്മോളസ്റ്റ് റെസിസ്റ്റിവിറ്റി? റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറഞ്ഞ മെറ്റീരിയൽ ഏതാണ്? ജെർമേനിയം ആണോ, സിൽവർ ആണോ, ഗ്ലാസ് ആണോ, സിലിക്കൺ ആണോ? ഞാൻ പറയൂ, നിങ്ങൾക്ക് സിമ്പിൾ ആയി കിട്ടും. ഇതിൽ റെസിസ്റ്റിവിറ്റി ഏറ്റവും കുറവായിരിക്കും? എന്തായാലും ഗ്ലാസിനല്ല എന്ന് നമുക്ക് അറിയാം. ഗ്ലാസ് എന്താണ്, ഒരു ഇൻസുലേറ്റർ ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും യെസ് സിൽവർ ആണ് അല്ലെ, മെറ്റൽ ആണല്ലോ. സിൽവറിനാണ് ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ റെസിസ്റ്റിവിറ്റി വളരെ കുറവായിരിക്കും. അപ്പൊ ആൻസർ ചെയ്യുന്നത് സിൽവർ ആണ്. അപ്പോ അടുത്ത ചോദ്യം പറയൂ. എ പി ടൈപ്പ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ ഈസ് ഒബ്റ്റെയിൻ വെൻ ജെർമേനിയം ഈസ് ഡോപ്ഡ് വിത്ത്. ഇത് തെറ്റിക്കാതെ പറയൂ. നമുക്ക് പി ടൈപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതാണ് ആദ്യം, പെന്റാവാലന്റ് ആണോ അതോ ട്രൈവാലന്റ് ആണോ എന്ന് ആദ്യം ആലോചിക്കുക. എന്നാൽ പിന്നെ തെറ്റാതെ ആൻസർ ചെയ്യാം. പി ടൈപ്പ് ആണെങ്കിൽ അവിടെ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, ഇലക്ട്രോൺ ആണ് മൈനോറിറ്റി. ഏതാണ് കൊടുക്കേണ്ടത്? പി ടൈപ്പ് ആണെങ്കിൽ യെസ് എന്താണ്, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലെ? ട്രൈവാലന്റ് അതായത് ഗ്രൂപ്പ് 13 എലമെന്റ്സ്. ഇതിൽ തന്നിരിക്കുന്നതിൽ ഗ്രൂപ്പ് 13 ഏതാ? ഓപ്ഷൻ ഡി അല്ലേ, ബോറോൺ അല്ലേ? ബോറോൺ ആണ്. അപ്പം ഒന്നുകൂടി നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാണ്. പി ടൈപ്പ് ആണെങ്കിൽ 13 ഗ്രൂപ്പ് എലമെന്റ് ആണ്. അത് ഏതൊക്കെയാണ് വരുന്നത്? ബോറോണ്, അലുമിനിയം, ദെൻ അടുത്ത എക്സാമ്പിൾസ് പറയൂ. ബോറോൺ, അലുമിനിയം, പിന്നെ ഗാലിയം, ഇൻഡിയം. ഇത്രയും എന്താണ് നമ്മുടെ ഗ്രൂപ്പ് 13 എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. യെസ് യെസ്, മിത പറഞ്ഞ കറക്റ്റ് ആണ്. ഇനി നേരത്തെ പറഞ്ഞ എൻ ടൈപ്പിന്റെ പറയൂ. എൻ ടൈപ്പിന്റെ എൻ ടൈപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത്, പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആഡ് ചെയ്യുക. ഗ്രൂപ്പ് 15 എലമെന്റ്സ് ആണ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് പറ. യെസ്, ഫോസ്ഫറസ് ഉണ്ട്, പിന്നെ ആഴ്സനിക് ഉണ്ട്. യെസ്, ആഴ്സനിക് ഉണ്ട്, ബിസ്മത്ത് ഉണ്ട്, പിന്നെ ആന്റിമണി. ആന്റിമണി പറഞ്ഞാണ്ട് AM എന്നുണ്ട്. യെസ്, എന്താണ് SB, AM അല്ല, എന്താണ് വരിക? SB, മാറിപ്പോയത്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം ഓക്കെ ആയല്ലോ. അടുത്തതിലേക്ക് പോവാം. ഇതിന്റെ ആൻസർ ഇപ്പൊ നോക്കൂ. എ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് PN ജംഗ്ഷൻ ഡയോഡ്, എ സെന്റർ ടാപ്പ് ട്രാൻസ്ഫോമർ, എ കപ്പാസിറ്റർ ആൻഡ് എ ലോഡ് റെസിസ്റ്റർ. വിച്ച് ഓഫ് ദീസ് കമ്പോണന്റ് റിമൂവ് AC റിപ്പിൾ ഫ്രം ദ റെക്ടിഫൈഡ് ഔട്ട്പുട്ട്? അതായത് നമുക്കറിയാം ഇതിന്റെ ഔട്ട്പുട്ട് ഫുൾ വേവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് അല്ലേ? ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടുന്നത്, അതായത് റിപ്പിൾസ് കൂടുതലാണ്. അപ്പൊ എനിക്ക് ഇതിന്റെ റിപ്പിൾസ് കളയാൻ വേണ്ടി അല്ലെങ്കിൽ കുറക്കാൻ വേണ്ടി ഞാൻ എന്താണ് യൂസ് ചെയ്യുക? റിപ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടി പറയൂ. ഒരു റെസിസ്റ്റർ കൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മളറിയാം ഫിൽട്ടർ സർക്യൂട്ട് ആണ് എന്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആളാരാണ്? കപ്പാസിറ്റർ ആണ്. ഓക്കെ, അതായത് ലോഡിന്റെ അക്രോസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഔട്ട്പുട്ടിനെ എങ്ങനെയൊക്കെ മാറ്റാൻ പറ്റും? ഏകദേശം ഒരു നിയർലി ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ എന്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, കറക്റ്റ് കിട്ടില്ല, എന്നാൽ ചെറിയൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ നമുക്ക് അതിന്റെ ഗ്രാഫ് കിട്ടും. അതായത് ഇതിന്റെ റിപ്പിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. സി ആണ് ആൻസർ.
അടുത്ത് പറയൂ. ഇത് തെറ്റിക്കരുത്, ഇതിന്റെ ആൻസർ ഞാൻ പറയൂ. ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പ്രോപ്പർട്ടി ഓഫ് എ സെനഡയോഡ്. സെനഡയോഡിന്റെ പ്രോപ്പർട്ടി അതിൽ തെറ്റായതാട്ടെ ചോദ്യം. ഓപ്ഷൻ എ എന്താണ്? പി ആൻഡ് എൻ റീജിയൻ ഓഫ് സെനഡയോഡ് ആർ ഹെവിലി ഡോപ്ഡ്. അത് ശരിയാണോ? ശരിയല്ലേ? എ ശരിയാണ്. ഇനി ജനറൽ വോൾട്ടേജ് റിമെയിൻ കോൺസ്റ്റന്റ് അറ്റ് ബ്രേക്ക് ഡൗൺ. അല്ലെ? ബ്രേക്ക് ഡൗൺ അതായത് റിവേഴ്സ് ബയാസിംഗിലാണല്ലോ, അതായത് റിവേഴ്സിൽ ബ്രേക്ക് ഡൗൺ റീജിയനിലാണ് എന്ത് സെനഡയോഡ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് ജനറൽ വോൾട്ടേജ് വി സെഡ് തന്നെയാണ്, കോൺസ്റ്റന്റ് വാല്യൂ ആണ് വരുന്നത്. ശരിയാണ്. അടുത്ത് പറയൂ, സി ശരിയാണോ? ഇറ്റ് ഈസ് ഡിസൈൻ ടു ഓപ്പറേറ്റ് അണ്ടർ റിവേഴ്സ് ബയാസ്. ഓക്കെ, അതും കറക്റ്റാ. അപ്പം ഡി എന്താണ്? ഡിപ്ലീഷൻ റീജിയൻ ഫോംഡ് ഈസ് വെരി വൈഡ്. നമ്മൾ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞ എന്താ? അവിടെ പറഞ്ഞ എന്തായിരുന്നു നോക്കുക. നമ്മൾ അവിടെ പറഞ്ഞ എന്താ? ഹൈലി ഡോപ്ഡ് ആയതുകൊണ്ട് തന്നെ സെനഡയോഡില് അതിന്റെ തിക്നെസ് അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ തിക്നെസ് എന്താണ് വരുന്നത്? വളരെ തിന്നാണ്. ഓക്കെ, അതിന് 10⁻⁻⁶ റേഞ്ചിലൊക്കെയാണ് എന്ത് അതിന്റെ തിക്നെസ് വരുന്നത് ഡിപ്ലീഷൻ റീജിയന്റെ. അതുകൊണ്ടാണ് അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ എന്ത് വളരെ ഹൈ വാല്യൂ 10⁻⁶ റേഞ്ചിലൊക്കെ എന്ത് അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആ പഠിച്ച കാര്യങ്ങളൊന്ന് വേഗം റീകളക്ട് ചെയ്യാം. കണ്ടോ, റിപ്പീറ്റ് തലങ്ങും വിലങ്ങും എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം. ഇതിന്റെ ആൻസർ പറയൂ. ഇൻ ഹാഫ് വേവ് റെക്ടിഫിക്കേഷൻ, ഇഫ് ദ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് 60 ഹെർട്സ്, ദെൻ ഔട്ട്പുട്ട് ഫ്രീക്വൻസി. പറയൂ. ഹാഫ് വേവ് റെക്ടിഫയർ ആണ്. ഇവ തമ്മിൽ എന്താ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ എന്താ റിലേഷൻ വരുന്നത്? പറയൂ, ആൻസർ എന്താണ് വരിക? കമന്റ് ചെയ്യൂ. യെസ്, ബി ആണ്. റീസൺ എന്താ? ഹാഫ് വേവ് റെക്ടിഫയർ ആണെങ്കിൽ എഫ് ഇൻപുട്ട് ആണ് എന്ത് എഫ് ഔട്ട്പുട്ട്. ഫ്രീക്വൻസി ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം ആണ്. അപ്പൊ ഇവിടെ 60 വന്നെങ്കിൽ ഔട്ട്പുട്ടും നമുക്ക് എന്ത് വരും? ഔട്ട്പുട്ടും 60 ഹെർട്സ് വരും. അങ്ങനെയെങ്കിൽ ഒരു ഫുൾ വേവ് ആണെങ്കിൽ വേഗം ആൻസർ കമന്റ് ചെയ്യൂ. ഫുൾ വേവ് ആണെങ്കിൽ എത്ര വരിക? ഫുൾ വേവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എത്ര വരും? ഫുൾ വേവ് ആണെങ്കിൽ എഫ് ഔട്ട് യെസ് 120 ഹെർട്സ് ആണ് വരുന്നത്. കണ്ടപ്പോ എളുപ്പമായില്ലേ? അടുത്തത്, the electron concentration in an n-type semiconductor is the same as the whole concentration in p-type semiconductor. അതായത് n-type ഉണ്ട്, p-type ഉണ്ട്. രണ്ടിലും തന്നിരിക്കുന്ന എന്താണ്? n-typeലെ കോൺസെൻട്രേഷനും p-typeലെ അതിന്റെ ഹോളിന്റെ കോൺസെൻട്രേഷൻ എന്താണ്? സെയിം ആണ്. ഓക്കെ, അതായത് n-ന്റെ അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസും അതുപോലെ നമ്പർ ഓഫ് ഹോൾസും തന്നെയാണ് സെയിം ആയിട്ട് തന്നിട്ടുള്ളത്. ഇനി എന്താ പറഞ്ഞത്? ആൻ എക്സ്റ്റേണൽ ഫീൽഡ് ഈസ് അപ്ലൈഡ് അക്രോസ് ഈച്ച് ഓഫ് ദം. ഇത് രണ്ടിനിടയിൽ എന്ത് ഒരു ഫീൽഡ് അപ്ലൈ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന എന്തായാലും നമുക്കറിയാം ഇതിന്റെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടക്ട് ചെയ്യുമല്ലോ, ചെയ്യും. ഇനി പറയൂ, ഇവിടെ എന്താണ് ഏതാണ് കറക്റ്റ് വരിക? എൻ ടൈപ്പിലെ കറന്റിനാണോ വാല്യൂ കൂടുതൽ, അതോ പി ടൈപ്പിലാണോ, അതോ രണ്ടിന്റെ വാല്യൂ സെയിം ആണോ വരുന്നത്? അതേസമയം ഇനി പി ടൈപ്പിലാണോ കറന്റ് കൂടുതൽ? പറയൂ, ഏതാണ് വരിക? ഇവിടെ നിങ്ങൾ ആലോചിക്കുക, എന്നിന്റെ വാല്യൂ രണ്ടിലും അതായത് എൻ ടൈപ്പിലും പി ടൈപ്പിലും എന്താണ് തന്നിരിക്കുന്നത്? അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും അതുപോലെ മറ്റ് പി ടൈപ്പിലാണെങ്കിൽ നമ്പർ ഓഫ് ഹോൾസും സെയിം ആണ്. എന്ത് വരും? പറയൂ, കമന്റ് ചെയ്യൂ. നമ്പർ സെയിം ആണെങ്കിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരേ കറന്റ് ആണോ കിട്ടുക? ആണോ? ഇവിടെ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് നമ്മൾ മൊബിലിറ്റി എന്ന ഒരു കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അതായത് ഇവിടെ ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മൂവ് ചെയ്യാൻ കഴിയുന്നത് ആർക്കാണ്? ഇലക്ട്രോണിനാണോ അതോ ഒരു പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ അയോണിനാണോ? പറ. ഇലക്ട്രോണിനല്ലേ ഏറ്റവും നന്നായിട്ട് മൂവ് ചെയ്യാൻ കഴിയുക? അല്ലേ? അത് മൊബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഇലക്ട്രോണിന്റെ മൊബിലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ആരേക്കാൾ? ഹോളിനേക്കാൾ. ഓക്കെ, പിന്നെ ഒരു കാര്യം അറിയാം, കറന്റ് എന്തിന് പ്രൊപ്പോർഷനല്ല? ഐ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ മ്യൂ ഇ ഗ്രേറ്റർ ദാൻ മ്യൂ എച്ച് ആണ്. അപ്പൊ എനിക്ക് പറയാൻ എന്താ, ഇവിടുത്തെ ഐ ഇ എന്തായിരിക്കും? അതായത് ഐ ഇ ഗ്രേറ്റർ ദാൻ ഐ എച്ച് ആയിരിക്കും. ഓക്കെ, അതായത് എൻ ടൈപ്പിലെ കറന്റ് ആണെന്ത് പി ടൈപ്പിനേക്കാൾ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ എ ആണ്. പറഞ്ഞത് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. നിങ്ങൾ ജസ്റ്റ് കൺഫ്യൂഷൻ ആവാൻ അല്ല, ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അതായത് ഐ എന്നുള്ളത് കറന്റ്, എൻ എന്നുള്ളത് എന്താണ് അതിന്റെ അവിടുത്തെ നമ്പർ ഓഫ് ചാർജസ്. ഓക്കെ, പിന്നെ എ എന്നുള്ളത് എന്താണ് ജസ്റ്റ് അവിടുത്തെ ആ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. ദെൻ വി ഡി എന്നുള്ളത് ഡ്രിഫ്റ്റ് വെലോസിറ്റി, അതായത് നമ്മളിപ്പോ എന്ത് ഒരു പൊട്ടൻഷ്യൽ കൊടുക്കുമ്പോൾ അവിടുത്തെ ആ ചാർജസ് എന്ത് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുമല്ലോ, അപ്പൊ അതിന്റെ വെലോസിറ്റിയാണ് വി ഡി.
അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ഇവിടെ ഒന്നെങ്കിൽ ഈ ഇക്വേഷൻ പറയാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എന്താ ഐ ഈക്വൽ ടു എൻ ഇ എ മ്യൂ ഇ. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് കേസിലും എൻ എന്താണ് സെയിം ആയിട്ട് തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇയുടെ വാല്യൂ രണ്ടിലും എന്താണ് സെയിം ആണല്ലോ വാല്യൂ, ആ സൈന് മാത്രമല്ലേ മാറുള്ളൂ. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ഏരിയ എന്ത് തന്നെയാണ്, സെയിം ആണ്. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, സെയിം ഇലക്ട്രിക് ഫീൽഡിലാണ് വെച്ചിട്ടുള്ളത്. അതിന് മനസ്സിലാക്കുന്ന കാര്യം എന്താ, ഇവിടെ ഏതിനാ ഡയറക്റ്റ് ഡിപ്പെൻഡൻസ് വരുന്നത്, ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു മൊബിലിറ്റി ആണ്. പിന്നെ അറിയുന്ന കാര്യമാണ് എന്ത്, മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഈസ് ഗ്രേറ്റർ ദാൻ മൊബിലിറ്റി ഓഫ് ഹോൾസ്. ഓക്കെ, അപ്പൊ മൊബിലിറ്റി ഇലക്ട്രോൺ കൂടിക്കഴിഞ്ഞാൽ ആർക്ക് കറണ്ട് കൂടും, ഇലക്ട്രോണിന്റെ കറണ്ട് ആണ് കൂടുക, ഗ്രേറ്റർ ദാൻ കറണ്ട് ഓഫ് ഹോൾ. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് ആൻസർ വരുന്നത്, ഫസ്റ്റത്തെ ആണ് എ ആണെന്ത് ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് കറന്റ് ഇൻ എൻ ടൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ കറന്റ് ഇൻ പി ടൈപ്പ്. ഇത് മനസ്സിലായില്ലേ? ഓക്കെ, ഇത് പറയൂ അടുത്തത്. ഇനി ആ കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ, നിങ്ങൾക്ക് വേഗം പറയാൻ പറ്റും. ഔട്ട് ഓഫ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ഫോർവേഡ് ബയാസ് ഡയോഡ്? ഇതിൽ ഏതാണ് ഫോർവേഡ് ബയാസ് ഡയോഡ്? സിമ്പിൾ ചോദ്യം. ഫോർവേഡ് ബയാസിങ് ആവണമെന്നുണ്ടെങ്കിൽ ആലോചിക്കുക, നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എങ്ങനെ ആയിരിക്കണം, എൻ ടൈപ്പിന്റെ ഭാഗത്ത് വളരെ കുറഞ്ഞ പൊട്ടൻഷ്യലും പി ടൈപ്പിന്റെ ഭാഗത്ത് എന്തായിരിക്കണം, ഫോർവേഡ് ബയാസ്ഡ് ആണെങ്കിൽ ഹയർ പൊട്ടൻഷ്യലാണ് വരേണ്ടത്. അങ്ങനെയെങ്കിൽ നോക്കൂ, ഏതാ കമന്റ് ചെയ്യൂ, ഏതാണ് വരുന്നത്? ആ പറയൂ, എ ആണോ? എ അല്ല. എന്തുകൊണ്ടാ? കാരണം ഇവിടെ നോക്കാം, ഇവിടെ നെഗറ്റീവ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ. പോസിറ്റീവിന്റെ ഭാഗത്ത് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ബയാസ്ഡ് ആണ്, അപ്പൊ അതല്ല. ഇനി ബി ആണോ? ഇവിടെ നോക്ക, ഇവിടെ 5 വോൾട്ട് ഇവിടെ കൊടുത്തു, ഇവിടെ 2 വോൾട്ട് കൊടുത്തു. അപ്പൊ കൂടുതൽ വോൾട്ടേജ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നെഗറ്റീവിന്റെ ഭാഗത്താ. കൂടുതൽ അത് നെഗറ്റീവിന്റെ ഭാഗത്ത് കൊടുക്കാൻ പാടുണ്ടോ? അത് റിവേഴ്സ് ബയാസ്ഡ് അല്ലേ, അപ്പൊ ബിയും അല്ല. സി ആണോ? സി എന്താ, ഇവിടെ നെഗറ്റീവ് ഇവിടെ പോസിറ്റീവ്, ഇതെന്താണ്, ഇത് റിവേഴ്സ് ബയാസ്ഡ്, അപ്പൊ സിയും അല്ല. അപ്പൊ ആൻസർ എന്താ വരുന്നത്, ഡി ആണ് വരുന്നത്. എന്തുകൊണ്ട് ഡി വന്നു നോക്കൂ, ഇവിടെ 0 വന്ന് വിചാരിച്ച് നോക്കണ്ട. ഇവിടെ നോക്കുകയാണെങ്കിൽ -3 ആണ് എന്താ, ഒരു നെഗറ്റീവ് വാല്യൂ ആണല്ലോ, അതിനേക്കാൾ വലിയ വാല്യൂ അല്ലേ 0 വോൾട്ടേജ് അല്ലേ. അപ്പൊ ഇവിടെ പോസിറ്റീവ് വാല്യൂ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ പി ടൈപ്പിലേക്ക് തന്നെയാണ്. അതുപോലെ നെഗറ്റീവ് വാല്യൂ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ എൻ റീജിയനിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആൻസർ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ദെൻ ഇത് പറയൂ, ഒരു ചെറിയ പ്രോബ്ലം. The collector's current in a common base amplifier using NPN transistor is 24 milliampere. നമുക്ക് ഐ സി തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് കോൺഫിഗറേഷൻ, കോമൺ ബേസ് ആട്ടോ. ഐ സിന്റെ വാല്യൂ 24 തന്നിട്ടുണ്ട്. ഇനി if 80% of the electron released by the emitter is accepted by the collector, അതെന്താ സംഭവം, അതായത് എമിറ്റർ റിലീസ് ചെയ്ത 80% ഇലക്ട്രോൺസും ആരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, കളക്ടർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനർത്ഥം എന്താ, അതെന്താ സംഭവം, കറന്റ് ഗെയിൻ അല്ലേ തന്നിട്ടുള്ളത്, അല്ല 80% പറഞ്ഞത്. അതായത് ആൽഫയാണ് എന്ത്, നമ്മുടെ 80%, അതായത് ആൽഫന്റെ വാല്യൂ ആണ് എന്ത്, 0.8. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താ, ദെൻ ബേസ് കറന്റ് ഈസ്, ബേസ് കറന്റ് എന്ത് വരും പറയൂ. അത് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ബേസിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. കോമൺ ബേസിന്റെ കേസിൽ കറന്റ് ഗെയിൻ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ സി ഡിവൈഡഡ് ബൈ ഐ ഇ ആണ് വരിക, ഐ ബി അല്ല, ഐ ഇ ആണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ഐ ഇ തന്നിട്ടുണ്ടോ, ഐ ഇ തന്നിട്ടുണ്ടോ, ഐ ഇ തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ആൽഫ തന്നിട്ടുണ്ട്, ആൽഫയിൽ നിന്ന് ഐ ഇ കണ്ടുപിടിക്കാലോ. അപ്പൊ എന്ത് വരും, അപ്പൊ ആൽഫയിൽ നിന്ന് ഐ ഇ എന്ന് പറഞ്ഞ എന്ത് കിട്ടും, ഐ ഈക്വൽ ടു ഐ സി ബൈ ആൽഫ എന്ന് എഴുതി കൂടെ. അപ്പൊ ഐ സി ബൈ ആൽഫ എന്ന് എഴുതിയാൽ നമുക്ക് എത്ര ഐ ഇന്റെ വാല്യൂ വരുന്നത്, ഐ ഇയുടെ വാല്യൂ വരുന്നത് 24 milliampere ഡിവൈഡ് ബൈ 0.8. ഇത് ചെയ്യുമ്പോൾ എത്ര വരുന്നത്, 24 ഡിവൈഡ് ബൈ 0.8 എത്ര വരും? പറയൂ. 24/8 ചെയ്താല് 3 അല്ലേ, 3ഉം പിന്നെ ആ അടിയത്തെ പോയിന്റ് ഇങ്ങോട്ട് മുകളിലേക്ക് വരുമ്പോ 30 അല്ല ഈ വരുന്നത് അല്ലേ.
യെസ് 30 ആണ്. 30 മില്ലി ആംബിയർ ആണ് IE വന്നത്. അപ്പൊ നമുക്ക് എന്ത് IE കിട്ടി, IC 24 അറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ജനറലി നേരത്തെ അറിയുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, IE എന്ന് പറഞ്ഞാൽ സം ഓഫ് ബേസ് കറന്റ് IB പ്ലസ് കളക്ടർ കറന്റ് ആണ്. അങ്ങനെയെങ്കിൽ IB നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇതിന്റെ റിവേഴ്സ് അല്ലേ, അതായത് IB എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്ത് IEയിൽ നിന്ന് IE മൈനസ് IC ചെയ്താൽ IB കിട്ടും. അപ്പൊ എന്ത് വരും, 30 മൈനസ് 24, 6 മില്ലി ആംബിയർ ആണ് ആൻസർ വരിക. ഓക്കെ, ഓപ്ഷൻ ഡി കിട്ടിയില്ലേ? കിട്ടിയോ? ഓപ്ഷൻ ഡി അല്ലേ, 6 മില്ലി ആംബിയർ കിട്ടിയില്ലേ? അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. തന്നിരിക്കുന്നത് എന്താണ്, ICയുടെ വാല്യൂ എന്താണ്, 24 മില്ലി ആംബിയർ തന്നിട്ടുണ്ട്. പിന്നെ ആൽഫയുടെ വാല്യൂ എങ്ങനെ മനസ്സിലായത്, ഇവിടെ കോമൺ ബേസ് ആയതുകൊണ്ടാണ് ആൽഫ വന്നത്, മാറിപ്പോയത്. ഓക്കെ, അപ്പൊ ആൽഫ എന്ന് പറഞ്ഞാൽ IC/IE ആണ്. IE കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് IE എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, IC/ആൽഫ എന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു, IE കണ്ടുപിടിച്ചു. അതാണ് 30 മില്ലി ആംബിയർ. പിന്നെ നമുക്ക് അറിയുന്നതാണ് എന്ത്, IE എന്ന് പറഞ്ഞാൽ എന്താണ്, സം ഓഫ് ബേസ് കറന്റ് ആൻഡ് കളക്ടർ കറന്റ്. അതിൽ നിന്ന് നമുക്ക് IB എന്ന് പറഞ്ഞാൽ IE മൈനസ് IC എന്ന് എഴുതാം. അതാണ് എന്ത്, 6 മില്ലി ആംബിയർ. ഇത് ഓക്കെ അല്ലേ? അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇത് ഓക്കെ അല്ലേ? ഇത് സിമ്പിൾ ആണ്. ഇത് ഇതുവരെ നേരത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഫോർ ട്രാൻസിസ്റ്റർ ആക്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കമന്റ് ചെയ്യൂ. ഒരു ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് അല്ല ഫണ്ടമെന്റൽ കണ്ടീഷൻ എന്താണ്, പറയൂ. ഓപ്ഷൻ എ ആണോ? ബോത്ത് എമിറ്റർ ജംഗ്ഷൻ ആസ് വെൽ ആസ് കളക്ടർ ജംഗ്ഷൻ ആർ ഫോർവേഡ് ബയാസ്ഡ്. അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, അത് തെറ്റാണ് അല്ലേ? നമ്മൾ പഠിക്കുന്ന എന്താണ്, എന്തായാലും ഇൻപുട്ട് എന്തായിരിക്കണം, ഫോർവേഡ് ബയാസിങ്ങിലും, അതുപോലെ ഔട്ട്പുട്ട് എന്തായിരിക്കണം, ഔട്ട്പുട്ട് റിവേഴ്സ് ബയാസിങ്ങിലായിരിക്കും എന്ന് അറിയാം. പക്ഷെ ഇവിടെ രണ്ടും എന്താ പറഞ്ഞത്, ഫോർവേഡ് ബയാസിംഗ് ആണ് പറഞ്ഞത്. അതുകൊണ്ട് എന്തായാലും അതല്ല. അടുത്തത് ബി ആണോ? പറയൂ. ദ ബേസ് റീജിയൻ മസ്റ്റ് ബി വെരി തിൻ ആൻഡ് ലൈറ്റ്ലി ഡോപ്ഡ്. അത് കറക്റ്റ് ആണോ? ഒരു ട്രാൻസിസ്റ്റർ, ഇത് നമ്മുടെ കളക്ടർ, എമിറ്റർ, ബേസ്, കളക്ടർ. ഓക്കെ, കളക്ടർ കുറച്ചുകൂടെ നീളം കൂടുതൽ. ഓക്കെ, NPN അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ എമിറ്റർ, ഇതാണ് എന്റെ ബേസ്, ഇത് കളക്ടർ. ഇവിടെ ഏറ്റവും ചെറുതാരാ, ബേസ് അല്ലേ? ബേസ് ആണ് ഏറ്റവും ചെറുതും. അതുപോലെ ലൈറ്റ്ലി ഡോപ്ഡ് അത് തന്നെയാണ്, ബേസ് ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി സി നോക്കാം. ജസ്റ്റ് സി എന്തായാലും തെറ്റാണെന്ന് അറിയാം. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ സി എന്താ പറഞ്ഞിട്ടുള്ളത്, ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് സെയിം ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ. ശരിയാണോ? അല്ല. ഇവിടെ ഡോപ്പിങ്ങിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഡോപ്പ് ചെയ്തിട്ടുള്ള ആരിലാണ്, എമിറ്ററിലാണ്. അത് കഴിഞ്ഞിട്ട് ആരിലുള്ളൂ, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഡോപ്പിംഗ് ഉള്ളത് കളക്ടറിലാണ്. ഏറ്റവും വളരെ ലേറ്റ് ഡോപ്പ് ചെയ്തിട്ടുള്ളതാണ് ബേസ്. ഓക്കെ, അപ്പൊ ഡോപ്പിങ്ങിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ എമിറ്ററിലാണ്. ഇനി ഇതിന്റെ സൈസ് പറയുകയാണെങ്കിൽ, സൈസ് നാലാമത്തെ ഓപ്ഷൻ നോക്കൂ, ബേസ് എമിറ്റർ ആൻഡ് കളക്ടർ റീജിയൻ ഷുഡ് ഹാവ് സെയിം സൈസ്. ആണോ? അല്ല. സൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെ വരും, സൈസിൽ ഏറ്റവും കൂടുതൽ കളക്ടറിനാണ് ഏറ്റവും സൈസ് കൂടുതൽ. രണ്ടാമത് വരുന്നത് നമ്മുടെ എമിറ്റർ, ഏറ്റവും സൈസ് കുറവ് ബേസ്. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ദെൻ 16ാമത്തെ പറയൂ. ഇത് പ്രത്യേകിച്ച് ജസ്റ്റ് ലോജിക്ക് അപ്ലൈ ചെയ്താൽ ആൻസർ കിട്ടും. എന്തായാലും നോക്കാം. ഇവിടെ AB ഇതെന്താ കൊടുത്തിട്ടുള്ളത്, ഒരു നോർ ഗേറ്റ് ആണല്ലോ. നോർ ഗേറ്റ്, ഈ നോർ ഗേറ്റ് എങ്ങോട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഒരു സിംഗിൾ ഇൻപുട്ട് നോർ ഗേറ്റിലേക്കാണ്. അപ്പൊ ഇത് എന്തുപോലെ ആക്ട് ചെയ്യും, ഇവിടെ നോർ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഈ നോർ എന്ത് ആക്ട് ചെയ്യും, ഇവിടെ എത്തുമ്പോ ഇത് ഇൻവേർട്ട് ചെയ്തിട്ട് ഓർ ആയിട്ട് മാറും അല്ലേ? ഇനി ഈ ഓറിനെ എങ്ങോട്ടാ കണക്ട് ചെയ്തിട്ടുള്ളത്, ഒരു നോട്ട് ഗേറ്റിലേക്കാണ്. അപ്പൊ ആൻസർ എന്ത് വരും, ഓറിനെ ഇൻവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോർ കിട്ടും. അപ്പൊ ആൻസർ എന്താ, നോറ്. ഇത് കിട്ടിയില്ലേ? അപ്പൊ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. ഇൻപുട്ട് ഇവിടെ എന്താണ്, ഇതെന്താണ്, ഇത് നോർ ഗേറ്റ് ആണ്. ഈ നോറിനെ ഞാൻ എന്ത്, രണ്ടാമത് ഇതെന്താ, ഒരു സിംഗിൾ ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ ഇത് നോട്ട് പോലെ ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത എന്താ കിട്ടുക, ഒരു ഓർ ഗേറ്റ് ആണ് കിട്ടുക. അത് കഴിഞ്ഞ് എന്ത്, ഇത് വീണ്ടും എങ്ങോട്ടാ കണക്ട് ചെയ്ത, ഒരു നോട്ടിലേക്കാണ്. അപ്പൊ എന്ത് വരും, നോർ ഗേറ്റ് ആണ് ഫൈനലായിട്ടുള്ള നമ്മുടെ ഔട്ട്പുട്ട്. കിട്ടിയില്ലേ? അപ്പൊ ഓപ്ഷൻ ബി. ദെൻ 17ാമത്തെ ആൻസർ പറയൂ. വളരെ സിമ്പിൾ ചോദ്യം.
ദ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ പി എൻ ജംഗ്ഷൻ ഡിപ്പെൻസ് ഓൺ. നമ്മുടെ ആ ജംഗ്ഷനിലെ ബാരിയർ പൊട്ടൻഷ്യൽ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? പറയൂ. ഏതാണ് ആൻസർ വരിക? 1 ഓൺലി ആണോ, അതോ 1 2 ശരിയാണോ, അതോ 3 ശരിയാണോ? നോക്കാം, ഓരോ നോക്കാം. ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടർ മെറ്റീരിയൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഡിപ്പെൻഡ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മളെന്ത് അപ്പൊ സിലിക്കൺ ആണെങ്കിലും അതുപോലെ ജർമ്മനി ആവട്ടെ അല്ലെങ്കിൽ ഗാലിയം ആർസനൈഡ് ആവട്ടെ, ഏതാണെങ്കിലും അതിനനുസരിച്ച് എന്ത് അത് ആ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഉണ്ടാകുന്ന ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇല്ലേ? ഉണ്ട്. ഇനി അടുത്ത ഡോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ. നമുക്കറിയാം, ഹെവിലി ഡോപ്ഡ് ആണെങ്കിൽ ഡോപ്പിംഗ് കൂടുന്തോറും ഇവിടുത്തെ എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ, ഈ ബാരിയർ പൊട്ടൻഷ്യൽ ഇതെന്താ സംഭവിക്കുക, ഇതിന്റെ വാല്യൂ അല്ലെങ്കിൽ ഇവിടുത്തെ ഡിപ്ലീഷൻ റീജിയൻ എന്താ സംഭവിക്കുക, കുറവല്ല ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എന്തായാലും ഡോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് മൂന്നാമത്തെ ടെമ്പറേച്ചറോ? ടെമ്പറേച്ചറിന് ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അവിടെ കണ്ടക്ടിവിറ്റി കൂടൂലേ? നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ആൻസർ വരുന്നത് തന്നിരിക്കുന്നതിൽ 3ഉം ശരിയാണ്. നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അവർ ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ആൻസർ വരുന്നത് 1 2 and 3 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 18ാമത്തത്, ഫോർ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? ഇതിൽ ഏതാണ് ശരി? പി ടൈപ്പ്, ഇത് വളരെ എളുപ്പത്തിൽ ചോദ്യമായി. പി ടൈപ്പിലാണെങ്കിൽ ഇലക്ട്രോൺസ് ആർ മെജോറിറ്റി കാരിയേഴ്സ് ആണോ? അത് തെറ്റാണ്. അത് നോക്കേണ്ട കാര്യമില്ല, കളഞ്ഞു. അടുത്തത് ബി ആണോ? പി ടൈപ്പ് ആണെങ്കിൽ നമുക്കറിയാം ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അടുത്തത് ട്രൈ വാലന്റ് ആറ്റംസ് ആർ ഡോപ്പൻസ്, അത് കറക്റ്റ് ആണോ? അല്ലേ? പി ടൈപ്പ് ആണെങ്കിൽ നമുക്കറിയാം, പി ടൈപ്പ് ആണെങ്കിൽ ട്രൈ വാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഗ്രൂപ്പ് 13 ബോറോണ്, അലുമിനിയം, പിന്നെ ഏതൊക്കെ, ഗാലിയം, ഇൻഡിയം. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അടുത്തത് നമ്മുടെ കഴിയാനായി. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ബി ആൻഡ് ഐഡന്റിഫൈ കറക്റ്റ് ആൻസർ. 2 സ്റ്റേറ്റ്മെന്റ് തന്നു, ഇതില് 2 ശരിയാണോ, അതോ ഇതിൽ ഏതെങ്കിലും 1 ശരിയാണോ, അതോ 2 തെറ്റാണോ? എന്താണ് അവസ്ഥ? പറയൂ. എ ഓപ്ഷൻ എന്താ അവസ്ഥ, ശരിയാണോ? എ ജനഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ എ റിവേഴ്സ് ബയാസ് വെൻ യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ. യെസ്, എ ശരിയാണ്. ആ, എ കറക്റ്റ് ആണ്. പറഞ്ഞ കറക്റ്റ് ആണ്, എ കറക്റ്റ് ആണ്. ആണല്ലോ, റിവേഴ്സ് ബയാസ് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്യുക വോൾട്ടേജ് റിലേറ്റർ കിട്ടാൻ വേണ്ടി. ഇനി ബി ശരിയാണോ? പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് പി എൻ ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.2 വോൾട്ട് ടു 0.3 വോൾട്ട്. അങ്ങനെയാണോ വരിക? അല്ലല്ലോ. നമുക്കറിയാം ഇങ്ങനൊരു ഫിക്സ്ഡ് വാല്യൂ തന്നെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് അതിന്റെ ഡോപ്പിംഗ് അനുസരിച്ച് വ്യത്യാസപ്പെടും. അതുപോലെ എന്ത് മെറ്റീരിയൽ, ഇപ്പൊ സിലിക്കണ് പകരം ജർമ്മനിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് ആ പൊട്ടൻഷ്യൽ വാല്യൂ വ്യത്യാസപ്പെടും, ടെമ്പറേച്ചർ അനുസരിച്ച് വാല്യൂ വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷൻ ബി എന്താ? ഓപ്ഷൻ ബി ഇത് തെറ്റാ, സ്റ്റേറ്റ്മെന്റ് ബി തെറ്റാണ്, എ മാത്രമേ ശരിയുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? എ ഈസ് കറക്റ്റ്, ബി ഈസ് ഇൻകറക്റ്റ്. അതായത് ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. ഇത് പറഞ്ഞത് കറക്റ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചോദ്യം, the solids which have the negative temperature coefficient of resistance. തന്നിരിക്കുന്നതിൽ നെഗറ്റീവ് കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് തരുന്നത്, നമ്മൾ ഈ കാര്യം ഇതിന് മുമ്പ് കറണ്ട് ഇലക്ട്രിസിറ്റി പഠിപ്പിച്ചപ്പോ അവിടെ പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, അത് സിമ്പിൾ ആയിട്ട് അറിയാം. പറയൂ, ഏതാ വരിക? ഇൻസുലേറ്റർ ഓൺലി ആണോ? സെമി കണ്ടക്ടേഴ്സ് ഓൺലി? യെസ്, സി ആണ്. യെസ്, നമുക്കറിയാം നമ്മുടെ ടെമ്പറേച്ചർ, ഇത് നെഗറ്റീവ് കോഎഫിഷ്യന്റ് മീൻസ് എന്താണ്? ടെമ്പറേച്ചറിനെ ഇൻവേഴ്സ് ആയിട്ടാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? നോക്കാം, നമുക്കറിയാം ഒരു ഇൻസുലേറ്റർ ആണെങ്കിൽ ഇൻസുലേറ്റർ ഇപ്പൊ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞ് എഴുതിയാണ്ട് അവിടെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. ഓക്കെ, അതേസമയം സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലോ? സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ഇവിടെ റെസിസ്റ്റൻസ് കുറയാണ് ചെയ്യുന്നത്, ആറിന്റെ വരെ കുറയാണ് ചെയ്യുന്നത് സെമി കണ്ടക്ടേഴ്സിൽ. മെറ്റൽസിലാണെങ്കിലാണ് എന്ത് പോസിറ്റീവ് കോയിഫിഷ്യന്റ് കിട്ടുന്നത്. അതായത് മെറ്റൽസിനെ സംബന്ധിച്ച്
ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റിവിറ്റി കൂടും, അതുപോലെ കണ്ടക്ടിവിറ്റി കുറയും. ഓക്കെ അല്ല? അപ്പൊ ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. ഇത് രണ്ടും എന്ത് കാണിക്കുന്നു? നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് കാണിക്കുന്നു. അതേസമയം മെറ്റൽസ് പോസിറ്റീവ് കോഎഫിഷ്യന്റ് ആണ് കാണിക്കുന്നത്. ഇതുവരെ പറഞ്ഞത് ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ സെമി കണ്ടക്ടേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. കാരണം എന്താ, ഇപ്പൊ കഴിഞ്ഞ ഫിംഗർ പ്രിന്റിലടക്കം ഏകദേശം 3-4 ചോദ്യങ്ങൾ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും മാർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് ആണ്. വളരെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാർക്ക് അച്ചീവ് ചെയ്യാം. അവ എങ്ങനെയൊക്കെ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ എന്താ പറയുക MC നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അപ്പൊ ഇതിന്റെ PDF ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. ഇനി ഇതിന്റെ MCQ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഒരു നാളെ മറ്റന്നാളായിട്ട് അതിന്റെ MCQ തരാം. നിങ്ങൾക്ക് ഗൂഗിൾ ഫോമിൽ ചെയ്ത് നോക്കാം, മോക്ക് ടെസ്റ്റ് പോലെ. നമ്മൾ മൊഡ്യൂൾ 2-ല് നമ്മളന്ന് ഈ ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലായിരുന്നു. അന്ന് 80 മാർക്ക് നമ്മളെ ക്വസ്റ്റ്യൻ ഇട്ടത് ബാക്കി ഇലക്ട്രോമാഗ്നറ്റിസം, അതുപോലെ എന്താ പറയാ AC കറന്റ്, ആ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ ഇനി. ഓക്കെ, ശരി. അപ്പം